അപ്പോ ഈ ചാപ്റ്ററിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അബൌട്ട് കൊളീഷൻസ് ആണ്. കൊളീഷൻസ് ആൻഡ് സ്പെഷ്യലി ഹെഡ് ഓൺ കൊളീഷൻ. ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറഞ്ഞാല് വൺ ഡയമെൻഷനിലുള്ള കൊളീഷൻ. കൊളൈഡ് ചെയ്യുന്ന പാർട്ടിക്കിൾ ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും ഒരേ സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ then that collision is a one-dimensional collision and such collisions are called head-on collision. അത് പഠിച്ചു. head-on collision കേസിൽ what are the final velocities of the particles after the collision? collision നടന്നു കഴിഞ്ഞതിന് ശേഷം ആ പാർട്ടിക്കിൾ ഏത് വേഗതയിലാണ് മൂവ് ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ് കണ്ടെത്തുക? in terms of the velocities of the particle before collision. collision നടക്കുന്നതിന് മുൻപ് ആ പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി എന്താണ്, അവയുടെ മാസ് എന്താണ് എന്ന് അറിഞ്ഞാൽ we will be able to predict their future velocities. അതാണ് നമ്മൾ പറഞ്ഞത്. കൊളീഷൻ മുൻപുള്ള വെലോസിറ്റി അറിയാമെങ്കിൽ, ആ രണ്ട് പാർട്ടിക്കിളുടെ മാസും അറിയാമെങ്കിൽ, കൊളീഷൻ എന്നുള്ള പ്രോസസ്സിൽ എന്തൊക്കെ ബലങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും we don't know what are the forces involved in the collision and the nature of the collision, but one thing is sure, we are considering that the collision is elastic collision. അപ്പോ കൊളീഷന്റെ മുൻപും ശേഷവും മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആണ് എന്നുള്ള ആ ഒരു തിയറി, ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് we will be able to predict the velocities of the particles after the collision. അതാണ് നമ്മൾ ചെയ്തത്. നമ്മൾക്ക് കൊളീഷന്റെ ശേഷം അവ ഏത് വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് കണ്ടെത്താൻ കഴിയും. കൊളീഷന്റെ മുൻപ് അവയുടെ വെലോസിറ്റീസും മാസും അറിയാമെങ്കിൽ നമ്മൾക്കത് കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതാണ്. we can predict that. അതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അതിന്റെ കുറച്ച് സ്പെഷ്യൽ കേസുകൾ പറഞ്ഞു. ഈക്വൽ മാസുള്ള രണ്ടാൾ കൊളൈഡ് ചെയ്യാമെങ്കിൽ ഈ സ്പെഷ്യൽ കേസസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചേക്കാം. അങ്ങനെ എന്താണ് സംഭവിക്കുക? ഒരേ മാസുള്ള ആളുകൾ കൊളൈഡ് ചെയ്യുന്നുവെങ്കിൽ, രണ്ട് ഈക്വൽ മാസുള്ള രണ്ടാളുകൾ കൊളൈഡ് ചെയ്യുമ്പോൾ സംഭവിക്കുക they will exchange their velocity. പരസ്പരം വെലോസിറ്റീസ് കൈമാറ്റം ചെയ്യപ്പെടും. ഒരാള് സീറോ വെലോസിറ്റിയും എ എന്ന് പറയുന്ന ആള് റെസ്റ്റിലും ബി എന്ന് പറയുന്ന ആള് യു എന്നുള്ള വെലോസിറ്റിയിൽ എ വന്ന് ഇടിക്കുകയാണെങ്കിൽ കൊളീഷന്റെ ശേഷം സംഭവിക്കുക നേരത്തെ റെസ്റ്റിലായിരുന്ന ബി എയുടെ വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ തുടങ്ങും, എ റെസ്റ്റിലാവുകയും ചെയ്യും. പിന്നെ ഒരു ലൈറ്റ് ബോഡി വന്നിട്ട് ഒരു വെരി ഹൈലി ഹെവി ബോഡിയിൽ വന്ന് ഹിറ്റ് ചെയ്താൽ നമ്മൾ കണ്ടു ഹെവി ബോഡിക്ക് കാര്യമായ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഏതാണ്ട് ലൈറ്റ് ബോഡി തുല്യ വെലോസിറ്റിയിൽ അല്ലെങ്കിൽ തുല്യ സ്പീഡിൽ റീബൗണ്ട് ചെയ്യും. തുല്യ സ്പീഡിൽ റീബൗണ്ട് ചെയ്ത് പോരും, ഹിറ്റ് ചെയ്ത് മടങ്ങിപ്പോരും. ഇത് രണ്ടുമാണ് നമ്മൾ സ്പെഷ്യൽ കേസുകൾ അന്ന് പഠിച്ചത്. Now let us consider some perfectly inelastic collision. Okay. So let me share my screen. ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്തത്. We found that the lighter, when a light body hits a heavy body at rest, the light body rebounds back with the same speed. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എഴുതിക്കോളൂ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഈ രണ്ട് കേസ് നമുക്കുള്ളൂ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, അതാണ് ഞാൻ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞത്, ആൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. പ്രാക്ടിക്കലി പല കൊളീഷൻ ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള അവസ്ഥയിലായിരിക്കും. എന്നിരുന്നാലും അവയെ നമ്മൾക്ക് ഒന്നെങ്കിൽ ഇലാസ്റ്റിക് കൊളീഷനോടോ പല കേസിലും അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് കൊളീഷനിലേക്കോ ചേർത്ത് വെക്കാൻ പറ്റും. എല്ലാ കേസിലും പറ്റില്ല, മെനി കേസസ്. So perfectly inelastic collision. Perfectly inelastic collisionന്റെ പ്രത്യേകത
കൊളൈഡ് ചെയ്തതിന്റെ ശേഷം കൊളൈഡ് ചെയ്ത രണ്ട് പാർട്ടിക്കിളും പിന്നെ സെപ്പറേറ്റ് പാർട്ടിക്കിൾസ് അല്ല, ദേ വിൽ സ്റ്റിക്ക് ഓൺ ടുഗദർ. അവർ രണ്ടും ഒട്ടിച്ചേർന്നിട്ട് കൂടി ചേർന്നിട്ട് ഒരൊറ്റ മാസമായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും തമ്മിൽ ഹിറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ ഹിറ്റ് ചെയ്ത് കൊളീഡ് ചെയ്തതിന്റെ ശേഷം എയും ബിയും തമ്മിൽ സ്റ്റിക്ക് ചെയ്യുന്നു, ഒട്ടിപ്പിടിക്കുന്നു, അല്ലെങ്കിൽ എ ബിയിൽ തുളഞ്ഞു കയറി അവിടെ നിൽക്കുന്നു. അങ്ങനെ രണ്ടും ഒരൊറ്റ മാസമായി മാറും എങ്ങനെയായാലും. Finally, there will be only one particle after the collision with total mass m1 plus m2. Mass conserved ആണ്. So perfectly inelastic collision പ്രത്യേകതകൾ എഴുതുക. In this case, after collision, two particles sticks together and moves as a single particle of mass m1 plus m2. That is very important. Collision ശേഷം there is only one particle whose mass is m1 plus m2. Before collision, there are two particles of masses m1 and m2. ഇതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബുള്ളറ്റ് ഒരു വലിയ വുഡൻ ബ്ലോക്കിൽ പോകും. വുഡൻ ബ്ലോക്കിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് സ്റ്റോപ്പ് ചെയ്യും. ബുള്ളറ്റ് ഫയർ ചെയ്ത് ബുള്ളറ്റ് വന്നിട്ട് ഒരു വലിയ വുഡൻ ബ്ലോക്കിൽ അല്ലെങ്കിൽ ഒരു ലെഡ് ബ്ലോക്കിലൊക്കെ ഫയറിംഗ് എക്സ്പെരിമെന്റിൽ അങ്ങനെ ഹിറ്റ് ചെയ്യും. സപ്പോസ് അങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ ലെഡ് ബ്ലോക്ക് കുറച്ചേരം മൂവ് ചെയ്യാം. ബുള്ളറ്റ് ലെഡ് ബ്ലോക്കിന്റെ ഉള്ളിൽ പോയി നിന്നു. ആ ലെഡ് ബ്ലോക്ക് ബുള്ളറ്റിനെ കൊണ്ട് വളരെ ചെറിയൊരു വെലോസിറ്റി കുറച്ച് ദൂരം ചിലപ്പോൾ സഞ്ചരിച്ചേക്കാം. ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ. അനദർ വൺ ഈസ്, പലപ്പോഴും ബുള്ളറ്റിന്റെ വേഗത ടെസ്റ്റ് ചെയ്യാൻ ചെയ്യുന്ന എക്സ്പെരിമെന്റുകളിൽ ബാലിസ്റ്റിക് പെൻഡുലം എന്ന് പറയും. ഒരു സോളിഡ് ലെഡ് ബ്ലോക്ക് സസ്പെൻഡ് ചെയ്യും, ഒരു പെൻഡുലം പോലെ തൂക്കിയിട്ട് അതിലേക്ക് നമ്മൾ ബുള്ളറ്റ് ഫയർ ചെയ്യും. ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ ഹൈ സ്പീഡിൽ വരുന്ന ബുള്ളറ്റും റെസ്റ്റിലിരിക്കുന്ന ഈ ബ്ലോക്കും തമ്മിൽ കൊളീഷൻ നടക്കും. കൊളീഷൻ നടന്നാൽ ബുള്ളറ്റ് എന്ത് ചെയ്യും? ഈ തിക്ക് ലെഡ് ബ്ലോക്കിന്റെ ഉള്ളിൽ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യും. പിന്നീട് ആ ബുള്ളറ്റിന്റെ മൊമെന്റം കിട്ടിയത് കൊണ്ട് ഈ ലെഡ് ബ്ലോക്ക് മൊത്തത്തിൽ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. മീൻസ് ഈ സിമ്പിൾ പെൻഡുലം പോലെ തൂക്കിയിട്ട് ലെഡ് ബ്ലോക്ക് കുറച്ച് ഹൈറ്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ അവിടെയും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ നല്ലൊരു എക്സാമ്പിൾ ആണ് ഈ ബുള്ളറ്റ് ഹിറ്റിംഗ് ഓൺ എ പെർഫെക്റ്റ്ലി in a thick lead block അല്ലെങ്കിൽ thick wooden block etc. ബുള്ളറ്റ് തുളച്ചു കയറി അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. then it is not a perfectly inelastic collision. ബുള്ളറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് ബുള്ളറ്റ് പ്ലസ് ബ്ലോക്ക് എന്നുള്ള ഒറ്റ പാർട്ടിക്കിൾ ആവും. that is an example for a perfectly inelastic collision. വേറെ ഏതും എഴുതാം. അപ്പൊ വലിയൊരു മഡ് ബ്ലോക്കിലേക്ക് ഒരു കല്ലെടുത്തിരുന്നാൽ മഡ് ബ്ലോക്കിന്റെ ഉള്ളിൽ പോയി കല്ല് സ്റ്റോപ്പ് ചെയ്യും. that's a perfectly inelastic collision. okay. So this is particle m1 and it moves with velocity u1, and another particle m2 moves with velocity u2, and the m1 collides with m2. m1 m2 collide ചെയ്തു, single particle ആയി, and after the collision the combined system moves with velocity v. This is the picture. വരയ്ക്കുക. എന്താണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് എഴുതാം. പെട്ടെന്ന് ഈ ഫിഗർ വരയ്ക്കുക. m1 u1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, m2 u2 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, m1 m2 വന്ന് ഇടിക്കുന്നു. ഇടിച്ചതിന് ശേഷം m1 പ്ലസ് m2 മാസുള്ള ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് അത് v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. So this is the perfectly inelastic collision. Okay. Now, എല്ലാവരും വരച്ചല്ലോ. ഇനി നമുക്ക് ഇതിൽ ഫൈനൽ വെലോസിറ്റി കാണാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പെർഫെക്റ്റ് ഇത് കുറച്ചുകൂടി സിമ്പിൾ ആണ്. നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിനേക്കാൾ ഈസിയാണിത്. ബിക്കോസ് ഓൺലി വൺ പാർട്ടിക്കിൾ ഈസ് ദെയർ ആഫ്റ്റർ കൊളീഷൻ. കൊളീഷന് ശേഷം ഓൺലി ഒരു പാർട്ടിക്കിളേ ഉള്ളൂ. സോ ഇറ്റ്സ് ഇത് കുറച്ചുകൂടി മോർ ഈസിയർ. അപ്പൊ നമ്മൾ നോക്കുക. പക്ഷെ ഇവിടെ വേറെ ഒന്നുണ്ട്. യു കനോട്ട് യൂസ് ദി കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി ഹിയർ. കാരണം കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താണ്? കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി ഏത് കൊളീഷനിൽ മാത്രം ബാധകമാവുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇലാസ്റ്റിക് കൊളീഷന് മാത്രമേ പറ്റുകയുള്ളൂ. ഇലാസ്റ്റിക് കൊളീഷനിൽ മാത്രമേ കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആവുള്ളൂ. ബാക്കിയുള്ള കൊളീഷൻസിലൊക്കെ there will be a loss in kinetic energy.
ഇവിടെയും കൈനറ്റിക് എനർജി നഷ്ടപ്പെടും. ഈ തുടക്കത്തിലുള്ള കൈനറ്റിക് എനർജി ഉണ്ടാവില്ല, ഈ ഫൈനൽ കൈനറ്റിക് എനർജി. ദർ ഇസ് എ ലോസ് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, ദാറ്റ് ഈസ് ലോസ്റ്റ് ഇൻ ദി പ്രോസസ് ഓഫ് കൊളീഷൻ. അപ്പോ but the conservation of momentum, that is a fundamental principle of physics. Conservation of momentum എപ്പോഴും വാലിഡ് ആണ്. അത് ഈ കേസിലും വാലിഡ് ആണ്. There is no external force on the system. നമ്മൾ പുതിയ external force ഒന്നും പരിഗണിച്ചിട്ടില്ല. Only the force is the force of interaction between the masses m1 and m2. m1 m2 തമ്മിലുള്ള കൊളൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് എവിടെയുള്ളൂ. There is no other forces. So since there is no external force, you can assure that conservation of momentum is valid. അപ്പോൾ ഇവിടെ conservation of momentum പാലിക്കപ്പെടുന്നുണ്ട്. അപ്പൊ കൺസർവേഷൻ ഓഫ് മൊമെന്റം മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ള ടൂള്. നിങ്ങൾക്ക് ആകെ കാണേണ്ട ഒരേ ഒരു അൺനോൺ എന്ന് പറയുന്നത്, ഒരേ ഒരു കണ്ടെത്തേണ്ട ഒരേ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് വെലോസിറ്റി v ആണ്. ഫൈനൽ വെലോസിറ്റി ഓഫ് ദി കമ്പൈൻഡ് m1 m2 സിസ്റ്റം. ഓക്കെ, സോ യു അപ്ലൈ കൺസർവേഷൻ ഓഫ് മൊമെന്റം. അപ്ലൈ ചെയ്തോളൂ. ഇനീഷ്യൽ മൊമെന്റം ഈക്വൽ ടു ഫൈനൽ മൊമെന്റം എന്താണല്ലോ എഴുതേണ്ടത്. ഇനീഷ്യൽ മൊമെന്റം എന്താണ്? ഒന്നാമത്തേത് എല്ലാം ഒരു വൺ ഡയമെൻഷനിലാണ്, ഒരേ ഡയറക്ഷനിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ m1 u1 ആയിരിക്കും ഒന്നാമത്തെ ആളെ മൊമെന്റം, m2 u2 ആണ് രണ്ടാമത്തെ ആളെ മൊമെന്റം. സോ ടോട്ടൽ മൊമെന്റം ഈസ് m1 u1 പ്ലസ് m2 u2. ഇപ്പോഴത്തെ ടോട്ടൽ മൊമെന്റം എന്താണ്? m1 പ്ലസ് m2 ആണ് ടോട്ടൽ മാസ്. വെലോസിറ്റി v ആണ്. സോ m1 പ്ലസ് m2 ഇൻറ്റു v. സോ യു ക്യാൻ റൈറ്റ് m1 u1 പ്ലസ് m2 u2 is equal to m1 plus m2 into v. എഴുതിക്കോളൂ. m1 u1 plus m2 u2 is equal to m1 plus m2 into v from conservation of momentum. ഓക്കെ, അപ്പൊ കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്തു. നമുക്ക് ഇക്വേഷൻ ഇനി ഇക്വേഷൻ v കണ്ടെത്തൂ. എത്ര ഈസിയാണ്, വളരെ സിമ്പിൾ ആണ്. ഒറ്റ സ്റ്റെപ്പിൽ കണ്ടെത്താം. ദാറ്റ് ഈസ് m1 by m1 plus m2 into u1 plus m2 by m1 plus m2 into u2. ഈ m1 plus m2 കൊണ്ട് ഹരിച്ചാൽ മതി. then you will get v. so v is equal to m1 u1 plus m2 u2 divided by m1 plus m2. അപ്പൊ ഇത് കുറെ കൂടി ഈസിയാണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ, സോ ഈസി. മറ്റേലുള്ള പോലെ ലോങ് ആൾജിബ്ര സ്റ്റെപ്സ് ഒന്നുമില്ല. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാൻ പറ്റും. ഫൈനൽ ഓക്കെ. അപ്പോ നമ്മള് പിന്നെ ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ ഫൈനൽ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ കണ്ടെത്തും. ഇനി m2 റെസ്റ്റിലാണെങ്കിൽ u2 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഞാൻ പറഞ്ഞു നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എല്ലാ കൊളീഷൻ പ്രോബ്ലംസിലും m2നെ റെസ്റ്റ് ആയിട്ടാണ് എടുത്തത്, u2 0 ആയിട്ടാണ് എടുത്തത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ആൻസർ കിട്ടിയാൽ അതിൽ നിന്ന് ബാക്കിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള വഴികളുണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സോ. ഓക്കെ, അപ്പൊ ഇവിടെ u2 ന് 0 എന്ന് കൊടുത്താൽ ഈ ആൻസറിൽ u2 0 എന്ന് കൊടുത്താൽ ഇറ്റ് ഈസ് m1 u1 by m1 plus m2. m1 by m1 plus m2 into u1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ദി ഫൈനൽ വെലോസിറ്റി ഇഫ് u2 സെക്കൻഡ് മാസ് ഈസ് അറ്റ് റെസ്റ്റ്. പല ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ പ്രോബ്ലത്തിലും അങ്ങനെ ആയിരിക്കുന്നത്. സെക്കൻഡ് ബോഡി, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, ബുള്ളറ്റിന്റെ വേഗതകൾ, വെലോസിറ്റി ഓഫ് ദി സ്പീഡ് ഓഫ് ദി ബുള്ളറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യും. ആ ബുള്ളറ്റിനെ ഒരു സസ്പെൻഡ് ചെയ്ത്, ഒരു പെൻഡുലം പോലെ സസ്പെൻഡ് ചെയ്ത തിക് ലെഡ് ബ്ലോക്കിലേക്ക് ഹിറ്റ് ചെയ്യിക്കും. ആ ബുള്ളറ്റ് ഹിറ്റ് ചെയ്യുന്നതിന്റെ എഫക്റ്റില് ബുള്ളറ്റ് ലെഡ് ബ്ലോക്കിന്റെ ഉള്ളിൽ പോയി സ്റ്റോപ്പ് ചെയ്യും. ബുള്ളറ്റ് ഫ്രിക്ഷൻ മൂലം ഹീറ്റ് ഒക്കെ ഉണ്ടായി കുറെ എനർജി നഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാവും. എന്തായാലും ബുള്ളറ്റ് ലെഡ് ബ്ലോക്കിൽ പോയി സ്റ്റോപ്പ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ലെഡ് ബ്ലോക്കും ബുള്ളറ്റും കൂടി അടങ്ങിയിട്ടുള്ള സിസ്റ്റം കുറച്ച് മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യും. പെൻഡുലമാണല്ലോ, അത് ആടും, ഓസിലേറ്റ് ചെയ്യും. അപ്പൊ കുറച്ച് മുകളിലേക്ക് ഡിസ്പ്ലേ, എത്ര ഹൈറ്റ് വരെ അത് മാക്സിമം എത്തുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്താൽ അതിൽ നിന്ന് there is a way to find out the velocity of the speed of the bullets. Okay.
അത്തരം കേസിലൊക്കെ രണ്ടാമത്തെ ആള് ലെഡ് ബ്ലോക്ക് ആണ്, അത് റെസ്റ്റിലാണ്. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ ഈ ഇക്വേഷൻ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ജനറൽ ഇക്വേഷൻ ഈസ് M1U1 പ്ലസ് M2U2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. അതിൽ രണ്ടാമത്തെ ബോഡി M2 റെസ്റ്റിലാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് M1 ബൈ M1 പ്ലസ് M2 ഇൻറ്റു U1. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾക്ക് ഞാൻ പറഞ്ഞു ഇൻഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി നഷ്ടപ്പെടും. ഇൻഇലാസ്റ്റിക് കൊളീഷനെ സംബന്ധിച്ച്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട പാരാമീറ്റർ ആണ് ഹൗ മച്ച് കൈനറ്റിക് എനർജി ഈസ് ലോസ്റ്റ് ഇൻ എ കൊളീഷൻ. അത് പലപ്പോഴും ആവശ്യപ്പെടും, പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്താൻ ഉണ്ടായേക്കാം. So loss in kinetic energy in an inelastic collision is an important parameter. Elastic collision സംബന്ധിച്ച് there is no loss in kinetic energy, and in inelastic collision there is a loss in kinetic energy. So we are going to find out what the loss in kinetic energy in a perfectly inelastic collision. ഞാൻ ഇനി inelastic എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം that is perfectly inelastic collision. Okay, so heading എഴുതാം loss in kinetic energy. So in inelastic collision, the kinetic energy of colliding particles transforms to other forms and is lost. Colliding particles kinetic energy മറ്റു ഫോമുകളിലേക്ക് മാറും, ഹീറ്റ് ആയിട്ടൊക്കെ നഷ്ടപ്പെടും, ഹീറ്റ് ആയിട്ടൊക്കെ മാറും. അപ്പോൾ അതിന്റെ ആ കൈനറ്റിക് എനർജി നമുക്ക് നഷ്ടപ്പെടും. ആൻഡ് ദാറ്റ് ലോസ് ഇൻ കൈനറ്റിക് എനർജീസ്, കൈനറ്റിക് എനർജി എത്രയാണ് നഷ്ടപ്പെട്ടതെന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി എത്രയാണോ അതിൽ നിന്ന് അവസാനം കൊളീഷൻ കഴിഞ്ഞതിന് ശേഷം ഉള്ള ബാക്കി കൈനറ്റിക് എനർജി എത്രയാണെന്ന് നോക്കിയിട്ട് അത് കുറക്കണം. ആ ഡിഫറൻസ് ആണ് നഷ്ടപ്പെട്ട കൈനറ്റിക് എനർജി. ദാറ്റ് ഇസ് കോമൺ സെൻസ്. ഓക്കെ, അപ്പൊ എഴുതുക ഇതുപോലെ ഡെൽറ്റ കെ, ദ ലോസ് ഇൻ കൈനറ്റിക് എനർജി. ഡെൽറ്റ കെ, ഇവിടെ ഡെൽറ്റ കെ എന്ന ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ല, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ലോസ് ഇൻ കൈനറ്റിക് എനർജിയാണ്, പ്രത്യേകം മനസ്സിലാക്കണം. ചേഞ്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ് എടുക്കുക. Here it means the loss in kinetic energy. Delta K കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് loss in kinetic energy ആണ്. That is equal to initial kinetic energy minus the final kinetic energy. Okay. Once again, don't confuse. This delta K means the loss in kinetic energy. Delta K എന്ന് കൊടുത്തുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നഷ്ടപ്പെട്ട കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസ് M1 എന്നുള്ള ഒരു മാസ് M2 എന്നുള്ള ഒരു മാസിൽ, റെസ്റ്റിലുള്ള M2 എന്നുള്ള മാസിൽ പോയി ഹിറ്റ് ചെയ്യുന്നു. ആ കേസിലുള്ള ലോസ് ഇൻ കൈനറ്റിക് എനർജിയാണ് നമ്മൾ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഡെറൈവ് ചെയ്യേണ്ടത് the loss in kinetic energy in a perfectly inelastic collision in which a mass M1 hits a mass M2 where M2 is at rest, എന്ന് പറഞ്ഞാൽ U2 0 ആണ്. അപ്പോൾ ഉള്ള ലോസ് ഇൻ കൈനറ്റിക് എനർജി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ്. M1 എന്നുള്ള മാസ് പോയിട്ട് M2 ൽ പോയി ഇടിക്കുന്നു, M2 റെസ്റ്റിലാണ്, M2 മൂവ് ചെയ്യുന്നില്ല. റെസ്റ്റിൽ ഇരിക്കുന്ന M2 ൽ പോയിട്ട് M1 എന്നുള്ള മാസ് ഹിറ്റ് ചെയ്യുന്നു. M1 M2 കൂടി ഒറ്റ ബോഡിയായി മാറുന്നു, അവ കമ്പൈൻഡ് ആയിട്ട് ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ഇതാണ് പിക്ചർ. So the loss in kinetic energy delta K is equal to initial kinetic energy minus final kinetic energy. Correct ആണല്ലോ? Okay. എഴുതുക, in a perfectly inelastic collision mass M1 hits mass M2 at rest, ബ്രാക്കറ്റിൽ എഴുതണം U2 equal to 0. Then the loss in kinetic energy, അങ്ങനെയാണെങ്കിൽ അതിൽ കൈനറ്റിക് എനർജി ഉള്ള ലോസ് എന്ന് പറയുന്നത് that is final initial kinetic energy minus final kinetic energy. So delta K, initial kinetic energy is half M1 U1 square and final half M2 U2 square ഉണ്ടാവില്ല, കാരണം U2 0 ആണ്. So half M1 U1 square minus final kinetic energy എന്നാൽ half M1 plus M2 into V square. Half M1 plus M2 into V square. Final velocity V ആണ്, final body രണ്ടും കൂടി ചേർന്ന ബോഡിയാണ്. So M1 plus M2 V square. This is the direct application of this concept. ഈ ഡെൽറ്റ കെ, ലോസ് ഇൻ കൈനറ്റിക് എനർജി is equal to initial minus final kinetic energy എന്നുള്ളതിന് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ V equal to M1 by M1 plus M2 into U1 നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കേസിൽ V, വെലോസിറ്റി V, ശരിക്കുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ M1 U1 plus M2 U2 ഡിവൈഡഡ് ബൈ M1 plus M2 എന്നാണ്. അതിൽ U2 0 ആണ്. So the answer will be, so the equation for velocity V will be M1 divided by M1 plus M2 അല്ലെങ്കിൽ M1 U1 divided by M1 plus M2. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടതാണ്.
ഓക്കെ, അപ്പൊ ഇത്ര എഴുതിയല്ലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വെലോസിറ്റിക്ക് ഈ ഇക്വേഷനിൽ വിയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ലോസ് ഇൻ കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് m1 u1 ആൻഡ് m2, യു വിൽ ഗെറ്റ് ആൻ എക്വേഷൻ ഫോർ ലോസ് ഇൻ കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് m1 u1 ആൻഡ് m2. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കോളൂ. ഈ വി എന്നുള്ള സ്ഥാനത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 into u1, ആൻഡ് ദെൻ യു സിംപ്ലിഫൈ. So we substitute ചെയ്യാൻ പോവാണ്. So delta k is equal to half m1 u1 square plus half m1 plus m2 into v യുടെ സ്ഥാനത്ത് ഇതിനെ സ്ക്വയർ ചെയ്യണം, v സ്ക്വയർ ആക്കണം. അപ്പൊ m1 സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 plus m2 the whole square into u1 സ്ക്വയർ. ഇനി ഇവിടെ ഈ m1 plus m2 ഈ m1 plus m2 ന്റെ സ്ക്വയറും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഒരു m1 plus m2 ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ m1 plus m2 നഷ്ടമാവും. ഇവിടെ m1 plus m2 സ്ക്വയർ മാറിയിട്ട് m1 plus m2 മാത്രമാവും. Okay. So that is half m1 u1 square minus half m1 plus m2 പോയി m1 u1 m1 square u1 square divided by m1 plus m2 ഇങ്ങനെ വരുമല്ലോ. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു എഴുതിക്കോളൂ, സിംപ്ലിഫൈ ചെയ്തോളൂ. ഇനി ഞാൻ ഇതിൽ നിന്ന് ഹാഫ് m1 u1 സ്ക്വയർ പൊതുവായിട്ട് എടുക്കാം. ഇവിടെ ഹാഫ് m1 u1 സ്ക്വയർ ഉണ്ട്, ഇതിലും ഉണ്ട് ഹാഫ് m1 u1 സ്ക്വയർ. ഇതിൽ നിന്ന് ഹാഫ് m1 u1 സ്ക്വയർ മാറ്റിയാൽ ബാക്കി ഉണ്ടാവും ഇവിടെ ഒരു m1 വരും, അടിയിൽ m1 പ്ലസ് m2 വരും. സോ m1 ബൈ m1 പ്ലസ് m2 ആയിരിക്കും ഇത്. ഹാഫ് m1 u1 സ്ക്വയർ ഇൻറ്റു m1 ബൈ m1 പ്ലസ് m2 എന്ന് എഴുതാം. ഈ ടേമിന്, ദിസ് ടേം ശ്രദ്ധിക്കുക, ഈ ടേമിന് അതാണ്. അപ്പോ ഇതിൽ എന്നിട്ട് രണ്ടിൽ നിന്നും ഹാഫ് m1 u1 സ്ക്വയർ കോമൺ ആയിട്ട് പൊതുവായിട്ട് പുറത്തെടുക്കുക. അപ്പൊ ഹാഫ് m1 u1 സ്ക്വയർ ഇവിടെ നിന്ന് എടുത്താൽ പിന്നെ ബാക്കി ഇവിടെ ഒന്ന് തന്നെ ഉണ്ടാവുള്ളൂ. സോ ഹാഫ് m1 u1 സ്ക്വയർ ഹോൾ ഇൻറ്റു ഇതിൽ നിന്ന് m1 u1 സ്ക്വയർ ഫുള്ള് പോയി, ബാക്കി ഒന്ന്. സോ 1 മൈനസ് മൈനസ് ഇവിടെ പിന്നെ ഉണ്ടാവുക m1 u1 സ്ക്വയർ ആണ് പോയത്. അപ്പൊ u1 സ്ക്വയർ പിന്നെ ഉണ്ടാവില്ല. m1 ഇവിടെ സ്ക്വയർ ഉണ്ടായിരുന്നു, അപ്പോൾ ഒരു m1 ഉണ്ടാവും. സോ m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2, ഹാഫ് m1 u1 സ്ക്വയർ പോയാൽ പിന്നെ m1 divided by m1 plus m2 ഉണ്ടാവും. So this will be the answer, half m1 u1 square into 1 minus m1 divided by m1 plus m2. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ LCM എടുത്ത് ചെയ്താൽ m1 plus m2 minus m1 divided by m1 plus m2 എന്ന് എഴുതാലോ. ഈ 1നെ m1 plus m2 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് അതിലേക്ക് m1 കൂട്ടുക, എന്നിട്ട് മൊത്തത്തിൽ m1 plus m2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ ഗെറ്റ്, അപ്പൊ m1 plus m2 മൈനസ് m1 എന്ന് പറയുമ്പോൾ m1 ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ m2 ഡിവൈഡഡ് ബൈ m1 plus m2 ഇൻറ്റു u1 ഹാഫ് m1 u1 സ്ക്വയർ, അല്ലെങ്കിൽ ഹാഫ് m1 u1 സ്ക്വയർ ഇൻറ്റു m2 ഡിവൈഡഡ് ബൈ m1 plus m2 എന്ന് വരും. ഇതിനൊന്നും കൂടി കോലത്തിലാക്കി എഴുതിയാൽ, ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയാൽ, തന്നെ ഒന്ന് കൂട്ടി എഴുതിയാൽ ഹാഫ് മാത്രം പുറത്ത് വെക്കുക, ഹാഫ് ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ m1 plus m2 ഇൻറ്റു u1 സ്ക്വയർ. ശരിക്കും നോക്കി മനസ്സിലാക്കുക. ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക. ഈ സ്റ്റെപ്പിൽ നിന്നും ഇത് കിട്ടിയത് എങ്ങനെയാണ്? ഹാഫ് m1 u1 സ്ക്വയർ രണ്ട് ടേമിലുണ്ട് നമുക്കറിയാം. ഇവിടെ ഹാഫ് ഉണ്ട്, m1 ഉണ്ട്, u1 സ്ക്വയർ ഉണ്ട്. ഇവിടെയും ഹാഫ്, ഇവിടെ ഹാഫ് m1 u1 സ്ക്വയർ തന്നെയാണ്. അപ്പൊ ഇതുകൊണ്ട് കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തെടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ പിന്നെ ഈ ബ്രാക്കറ്റ് കൂടെ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇറ്റ് ഈസ് ഹാഫ് m1 u1 സ്ക്വയർ മൈനസ് ഹാഫ് m1 സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1 സ്ക്വയർ എന്ന് എഴുതാം. ഇത് തന്നെ കിട്ടും. ഇനി 1 മൈനസ് m1 ബൈ m1 പ്ലസ് m2 നമുക്ക് ഇങ്ങനെ എഴുതാലോ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുമല്ലോ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ UP സ്കൂളിലൊക്കെ പഠിച്ചതാണ് ഈ സ്റ്റെപ്പ്. ഓക്കെ, so the final answer is half m1 m2 divided by m1 plus m2 into u1 square. This is very important. This is the loss in kinetic energy. So the loss in kinetic energy, delta k is equal to half m1 m2 divided by m1 plus m2 into u1 square. So this amount of kinetic energy is lost when a mass m1 moving with the speed u1 undergoes perfectly inelastic collision with mass m2 at rest. Mass m2 at rest. Okay.
ഓക്കെ, ഇപ്പോ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷന്റെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത്. ദാറ്റ്സ് ആൾ ക്ലിയർ ടു യു? അതിൽ പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതെല്ലാവരും എഴുതണം കേട്ടോ. ലോസ് ഇൻ കൈനറ്റിക് എനർജി എങ്ങനെ കാണാം. ഇപ്പൊ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനിൽ ഫൈനൽ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഒരു മാസം റെസ്റ്റിലാണെങ്കിൽ ഇറ്റ് ഈസ് m1/m1 + m2 × u1, അല്ലെങ്കിൽ m1 u1 + m2 u2 ഡിവൈഡഡ് ബൈ m1 + m2 എന്നുള്ളതാണ് ഫൈനൽ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ. ഇനി ഈ സ്പെഷ്യൽ ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ കേസിൽ, അതായത് രണ്ടാമത്തെ മാസം റെസ്റ്റിലിരിക്കുന്ന ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ കേസിൽ ലോസ് ഇൻ കൈനറ്റിക് എനർജി കാണാൻ ഹാഫ് m1 m2 ഡിവൈഡഡ് ബൈ m1 + m2 × u1². ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് ഇതുവരെ പഠിച്ചതൊക്കെ ഹെഡ് ഓൺ കൊളീഷൻ ആണ്, അല്ലെങ്കിൽ കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ ആണ്. Let us have a brief introduction to collision in two dimension. പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല, ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. കൊളീഷൻ ഇൻ ടു ഡയമെൻഷൻ. ടു ഡയമെൻഷനിലെ കൊളീഷൻ, അതായത് ഒരു പ്ലെയിനിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കൊളീഷൻ. ഇപ്പൊ നമ്മളെ ക്യാരം ബോർഡിലൊക്കെ നടക്കുന്ന കൊളീഷൻസ് ഒക്കെ ഒരു ടു ഡയമെൻഷണൽ കൊളീഷൻ എക്സാമ്പിൾ ആണ്. ഇറ്റ്സ് എ ഗുഡ് എക്സാമ്പിൾ. ടു ഡയമെൻഷണൽ കൊളീഷൻ, പല കൊളീഷൻസ് നമുക്ക് ടു ഡയമെൻഷനിൽ മോഡൽ ചെയ്യാൻ പറ്റാറുണ്ട്. കൊളീഷൻ ഇൻ ടു ഡയമെൻഷൻ. ഇവിടെ ബോഡി ഓഫ് മാസ് m1 കൊളൈഡ്സ് വിത്ത് അനദർ ഓഫ് മാസ് m2 അറ്റ് റെസ്റ്റ്. നമ്മൾ പരിഗണിക്കുന്ന കേസിൽ m2 റെസ്റ്റിലാണ്, ശ്രദ്ധിക്കണം. m1 കൊളൈഡ്സ് വിത്ത് m2 അറ്റ് റെസ്റ്റ്. We choose the direction of motion of m1 as positive x-axis and assume m2 is at rest at origin. m2 റെസ്റ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ ഒറിജിൻ ആയിട്ട് എടുക്കും ഈ ടു ഡയമെൻഷണൽ കൊളീഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കൊളീഷന് ശേഷം m1 m2 വ്യത്യസ്ത ഡയറക്ഷൻസിൽ മൂവ് ചെയ്യും. അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആവണമെന്നില്ല, ഡിഫറെന്റ് ഡയറക്ഷൻസിൽ മൂവ് ചെയ്യും. അപ്പോൾ അതാണ് ടു ഡയമെൻഷൻ കൊളീഷൻ. ഡയഗ്രാമാറ്റിക് ഒരു പിക്ചർ, അതിന്റെ സ്കീമാറ്റിക് വരച്ചാൽ, റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രാം വരക്കുമ്പോൾ മനസ്സിലാവും. സോ ദീസ് ആർ ദി അവർ XY ആക്സിസ്. ടു ഡയമെൻഷൻ ആണ്, അതുകൊണ്ട് എക്സും വൈയും വേണം. സോ ദർ ഇസ് എ മാസ് m1 ആൻഡ് ദർ ഇസ് എ മാസ് m2 അറ്റ് ഒറിജിൻ. u1 എന്ന് പറയുന്നത് m1ന്റെ വെലോസിറ്റി ആണ്, m2 ഒറിജിനിൽ റെസ്റ്റിലാണ്, അല്ലെങ്കിൽ m2ന്റെ പോയിന്റ് നമ്മൾ ഒറിജിൻ ആയിട്ട് അങ്ങ് സങ്കല്പിക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോ in our frame of reference, particle m2 is at rest and it's at origin, and m1 is moving towards m2 with velocity u1 along the x-axis. m1 വരുന്ന u1ന്റെ ഡയറക്ഷൻ ഏതാണോ അതാണ് നമ്മൾ x-axis ആയിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി കൊളീഷൻ നടന്നു. കൊളീഷന്റെ ശേഷം നോക്കൂ, m2 ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, m2 വേറൊരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ബട്ട് ദ വെലോസിറ്റി വെക്ടർ of m1, m2 and m3 all lies in a single plane. അതായത് v2, v1, u1 എന്ന് പറയുന്ന മൂന്ന് വെക്ടേഴ്സും ഒരു പ്ലെയിനിലായിരിക്കും, ഒരു സിംഗിൾ പ്ലെയിനിലായിരിക്കണം, അല്ലെങ്കിൽ അത് ത്രീ ഡയമെൻഷണൽ കൊളീഷൻ ആവും. നമ്മൾ ടു ഡയമെൻഷണൽ കൊളീഷനിൽ ഇത് മൂന്നും ഒരൊറ്റ പ്ലെയിനിലാവും, അപ്പോഴാണ് ടു ഡയമെൻഷണൽ കൊളീഷൻ ആവുക. v1, u1, v1, v2 എന്നുള്ള വെലോസിറ്റീസ് ഒക്കെ u1, u2, v1, v2 എന്നുള്ള വെലോസിറ്റീസ് ഒക്കെ ഒരൊറ്റ ലൈനിലാണ് വരുന്നത് എങ്കിൽ, അലോങ് എ സെയിം സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ ഇറ്റ് ഇസ് എ ഹെഡ് ഓൺ ഓർ വൺ ഡയമെൻഷണൽ കൊളീഷൻ. Now here u1, v2, u2, v1, v2 etc. all these velocities lie in a plane. അപ്പൊ it is a two dimensional collision. അങ്ങനെയും അല്ലെങ്കിൽ that's a three dimensional collision. Okay, നമ്മൾ കൺസിഡർ ചെയ്യുന്ന മാക്സിമം ടു ഡയമെൻഷണൽ കൊളീഷൻ. ഇതിൽ നിങ്ങൾക്ക് ഡീപ്പായിട്ട് ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഇതിന്റെ ഒരു ഇക്വേഷൻ മാത്രം എഴുതാനേ ഉള്ളൂ. ഫൈനൽ വെലോസിറ്റി ഒന്നും അങ്ങനെ കാണാൻ പറ്റില്ല ഈ കേസിൽ. വൺ ഡയമെൻഷണൽ കൊളീഷന്റെ അത്ര ഈസി അല്ല.
അപ്പൊ നമ്മൾ വെലോസിറ്റി കാണണമെങ്കിൽ ഈ ഈ ഇവിടെ നമ്മൾക്ക് നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് പറയാൻ കഴിയും. ഇവിടെ എന്തൊക്കെ അൺനോൺസ് ഉണ്ട്. കൊളീഷന്റെ ശേഷം നമ്മൾക്ക് ഈ M1ന്റെയും M2ന്റെയും പിന്നെ പൊസിഷൻ ഒക്കെ അറിയണമെങ്കിൽ എന്തൊക്കെ വേണം? നിങ്ങൾക്ക് അതിന്റെ വെലോസിറ്റി അറിയണം, V2 അറിയണം, വെലോസിറ്റി V1 അറിയണം. സോ ദർ ആർ 2 അൺനോൺസ്. ആൻഡ് θ1 അറിയണം, θ2 അറിയണം, ഈ ആംഗിൾ അറിയണം. എന്നാലേ ഇത് ഏത് ഇതിൽ പോവുള്ളൂ. ഈ വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയണം, ഈ വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയണം, ഇത് ഈ ആംഗിൾ അറിയണം, ഈ ആംഗിൾ അറിയണം. സോ ദർ ആർ 4 അൺനോൺസ്, θ1, θ2, V1, V2. ഈ നാലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയാലേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കൊളീഷന്റെ ശേഷമുള്ള ഈ പാർട്ടിക്കിൾസിന്റെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. യു ഹാവ് ടു find out these 4 parameters: velocity of the first mass m1, velocity of the second mass m2, and the angle with which the velocity v2 makes with the initial direction, and the angle with which the velocity v1 makes with the initial direction, θ1, θ2. ഈ രണ്ട് ആംഗിളും കൂടി അറിയണം. So there are 4 parameters you have to find. അങ്ങനെ 4 എണ്ണം കണ്ടെത്തണമെങ്കിൽ you need 4 equations involving m1, u1, m2, u2, m1, u1, m2, u2 ഒക്കെ വരുന്ന 4 ഇക്വേഷൻ കിട്ടണം. എന്നാലേ നിങ്ങൾക്ക് 4 പാരാമീറ്റേഴ്സിനെ സോൾവ് ചെയ്ത് കണ്ടെത്താൻ പറ്റുള്ളൂ. ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ ഒരു അൺനോൺ ആണ് കിട്ടുക. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് എത്ര ഇക്വേഷനെ കിട്ടുള്ളൂ? ഇവിടെ M1, U1, M2, U2 രണ്ടാളാണുള്ളത്. ഇവയുടെ കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്യാം. ഇലാസ്റ്റിക് കൊളീഷൻ ആണ് കേട്ടോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 2 ഡയമെൻഷനിൽ ഇൻഇലാസ്റ്റിക് അല്ല, ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അപ്പൊ M1, U1 എന്ന് പറയുന്നത് M2, U2 എന്ന് പറയുന്ന രണ്ട് ആളും രണ്ട് വെലോസിറ്റി ആണുള്ളത്. അവ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി അപ്ലൈ ചെയ്താൽ ഒരു ഇക്വേഷൻ കിട്ടും, കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്താൽ മറ്റൊരു ഇക്വേഷൻ കിട്ടും. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്കുള്ളൂ. ബട്ട് യു ഹാവ് 4 അൺനോൺ. സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സോൾവ്. ഒറ്റയടിക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് പറ്റും ഈ ആംഗിൾ അറിയാമെങ്കിൽ. ഈ ആംഗിളോ ഏതെങ്കിലും ഒരു അൺനോൺ, ഇതിലുള്ള ഏതെങ്കിലും ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ 2 പാരാമീറ്റർ നിങ്ങൾ കണ്ടെത്തിയാൽ then the other 2 you can easily find out. ഏതെങ്കിലും 2 പാരാമീറ്റേഴ്സ്, ഈ V1, V2, θ1, θ2 എന്നുള്ളതിൽ ഏതെങ്കിലും 2 ആളുകൾ നിങ്ങൾ എങ്ങനെയെങ്കിലും കിട്ടിയെങ്കിൽ നിങ്ങൾ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ട് ഈ θ2ഉം V2ഉം നിങ്ങൾ മെഷർ ചെയ്തു, അല്ലെങ്കിൽ θ2ഉം θ1ഉം നിങ്ങൾ മെഷർ ചെയ്തു. അങ്ങനെ 2 അൺനോൺ പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടിയാൽ then you can find out the other 2. അപ്പൊ 4 കിട്ടും. അല്ലാതെ ഒന്നും അറിയാതെ ഇനീഷ്യൽ കേസ് മാത്രം അറിഞ്ഞത് കൊണ്ട് ഈ കേസിൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഫൈനൽ സ്റ്റാറ്റസ് ഓഫ് ദി പാർട്ടിക്കിൾസ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ദാറ്റ് ഈസ് ദി ലിമിറ്റേഷൻ ഓഫ് 2 ഡയമെൻഷണൽ കൊളീഷൻ. 2 ഡയമെൻഷണൽ കൊളീഷൻ കുറച്ച് കോംപ്ലക്സ് ആണ്. അപ്പൊ ഈ ഡയഗ്രം എല്ലാവരും വരക്കണം. After collision, the particle will fly off along different directions as shown. In 2-dimensional collision, the velocities u1, v1 and v2 lie in the same plane. ഞാൻ പറയുന്നത് ഇത് മൂന്നും ഈ 4 വെലോസിറ്റീസും ഇവിടെ u2 0 ആണ്, അതുകൊണ്ട് 3 വെലോസിറ്റീസ് u1, v1, v2 ഈ 3 ആളുകളും ഒരൊറ്റ പ്ലെയിനിലായിരിക്കും. So this is what defines a 2-dimensional collision. ഇനി ഇതിന്റെ ജസ്റ്റ് 2 കൺസർവേഷൻ ലോ നമുക്കറിയാം. ആ 2 കൺസർവേഷൻ ലോ അപ്ലൈ ചെയ്ത 2 ഇക്വേഷനും മാത്രം എഴുതി വെക്കുക. അതിന്റെ സിംപ്ലിഫിക്കേഷനോ സൊല്യൂഷനോ ഒന്നുമില്ല, അതൊന്നും പഠിക്കേണ്ടതില്ല. ജസ്റ്റ് യു അപ്ലൈ ദി കൺസർവേഷൻ പ്രിൻസിപ്പിൾസ് യു നോ ടു ദിസ് 2-dimensional collision. നിങ്ങൾക്ക് അറിയുന്ന കൺസർവേഷൻ ഓഫ് മൊമെന്റവും കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജിയും ഈ കേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടാൽ അവിടുന്ന് കിട്ടുന്ന ഇക്വേഷൻ ജസ്റ്റ് എഴുതി വെക്കുക. 2-dimensional collision ചോദിച്ചാൽ അതുവരെ ചെയ്താൽ മതി, അത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് 2-dimensional collision. In 2-dimensional collision, a body of mass m1 collides with another of mass m2 at rest. We choose the direction of motion of m1 as positive x-axis and assume m2 is at rest at origin. m2 ന്റെ പൊസിഷൻ origin ആയിട്ട് കൊടുക്കും. Then, after collision, the particles will fly off along 2 different directions as shown. നിങ്ങൾ കണ്ടല്ലോ, 2 വ്യത്യസ്ത ഡയറക്ഷനിൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. ഈ ആംഗിൾസ് ഏതൊക്കെയാന്നുള്ളത് ഈ മാസിനെയും ഇതിന്റെ വെലോസിറ്റീസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. So different. In 2-dimensional collision, the velocities u1, v1, v2, etc. are in same plane. So that is the peculiarity of 2-dimensional collision. Now, first equation നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് for conservation of momentum along y direction. Okay. അപ്പം ഇവിടെ വേറൊരു ഗുണമുള്ളത്, you can have 2 equations for momentum conservation because momentum is a vector. മൊമെന്റം കൺസർവേഷനിൽ മൊമെന്റം വെക്ടർ ആണ്, അതുകൊണ്ട് y ഡയറക്ഷനിൽ മൊമെന്റം കൺസർവ് ചെയ്യണം, മൊമെന്റത്തിന്റെ y കമ്പോണന്റ് കൺസർവ് ചെയ്യണം, മൊമെന്റത്തിന്റെ x കമ്പോണന്റും കൺസർവ് ചെയ്യണം. അപ്പൊ y ഡയറക്ഷനിൽ ഇനീഷ്യൽ മൊമെന്റം 0 ആണ്,
അപ്പോൾ ഫൈനൽ മൊമെന്റവും y ഡയറക്ഷനിൽ 0 ആയിരിക്കും. എക്സ് ഡയറക്ഷനിൽ ഇനീഷ്യൽ മൊമെന്റം m1 u1 ആണ്. അപ്പൊ എക്സ് ഡയറക്ഷനിൽ ഫൈനൽ മൊമെന്റവും m2 u2. സോ യു ഹാവ് ടു ഇക്വേഷൻ. ഓക്കെ. ആൻഡ് ഫ്രം കൈനറ്റിക് എനർജി കൺസർവേഷൻ യു വിൽ ഹാവ് വൺ ഇക്വേഷൻ. അപ്പൊ നമ്മൾക്ക് 3 ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു പാരാമീറ്റർ കൂടി അറിയണം. ഒന്നും കൂടി അറിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിയേക്കും. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ y ഡയറക്ഷനിലുള്ള മൊമെന്റം കൺസർവേഷൻ ആണ് എഴുതാൻ പോകുന്നത്. സോ y ഡയറക്ഷനിൽ ഇനീഷ്യൽ മൊമെന്റം ദർ ഇസ് നോ y കമ്പോണന്റ്. ഇനീഷ്യൽ മൊമെന്റം, ഇനീഷ്യൽ വെലോസിറ്റി ഫുൾ ആയിട്ട് x ഡയറക്ഷനിലാണ്. സോ 0 ആണ് ഇനീഷ്യൽ y ഡയറക്ഷനിലുള്ള മൊമെന്റം. ഫൈനൽ y കമ്പോണന്റ് ഓഫ് ദി മൊമെന്റം എന്ന് പറയുമ്പോൾ ഈ രണ്ട് പാർട്ടികളുടെ മൊമെന്റോ m2 v2 എന്ന് പറയുന്ന ഈ മൊമെന്റത്തിനെയും m1 v1 എന്ന് പറയുന്ന ഈ മൊമെന്റത്തിനെയും x കമ്പോണന്റ് ആയിട്ടും y കമ്പോണന്റ് ആയിട്ടും റിസോൾവ് ചെയ്യാം. അപ്പൊ m2 v2 എന്ന് പറയുന്ന ഈ മൊമെന്റത്തിനെ റിസോൾവ് ചെയ്താൽ y കമ്പോണന്റ് എന്ന് പറയുന്നത് m2 v2 സൈൻ തീറ്റ എന്ന് വരും. x കമ്പോണന്റ് എന്ന് പറയുന്നത് m2 v2 കോസ് തീറ്റ 2 എന്ന് വരും. y കമ്പോണന്റ് m2 v2 സൈൻ തീറ്റ 2. തീറ്റ 2 ആണ്. ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് കോസ് തീറ്റ കമ്പോണന്റ് ആയിരിക്കും. ഈ ഡയറക്ഷനിൽ സൈൻ തീറ്റ കമ്പോണന്റ് വരും y ഡയറക്ഷൻ. സോ ദ y കമ്പോണന്റ് ഓഫ് ഫൈനൽ മൊമെന്റം ഓഫ് മാസ് m2 ഈസ് m2 v2 അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സൈൻ തീറ്റ 2. So that is here m2 v2 into sin theta 2. And the component of this is m1 v1 sin theta 1. m1 v1 sin theta 1. Okay. അവിടെ ഒരു സൈൻ ഇഷ്യൂ ഉണ്ട്. ലെറ്റ് മീ കറക്റ്റ് ദാറ്റ്. m2 v2 ഇവിടെ അതിന്റെ സൈനിൽ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ഇതിന്റെ ഇവിടെ മൈനസ് ആണ് വരുന്നത്. m2 v2 സൈൻ തീറ്റ 2 പ്ലസ് ആണ്, മൈനസ് m1 v1 സൈൻ തീറ്റ 1 എന്നാണ്. ഇങ്ങനെ ഡയഗ്രാം വരച്ചാൽ കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഡയഗ്രാം വരക്കുമ്പോൾ ഇവിടെ m1 ഇവിടെ തീറ്റ 1 എടുത്താൽ വാട്ട് യു വിൽ ഗെറ്റ് ഈസ് m1 v1 സൈൻ തീറ്റ 1 മൈനസ് m2 v2 സൈൻ തീറ്റ 2 എന്നാണ്. ഞാനിവിടെ m2 ഇവിടെ m1 എടുത്തത്. അത് ഡയഗ്രാം വരക്കുന്നതിനനുസരിച്ച് വേണം ഈ ഇക്വേഷൻ എഴുതാൻ. ഇതിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ മൈനസ് ആണ് വേണ്ടത്. m1 v1 മൈനസ് m1 v1 സൈൻ തീറ്റ 1 പ്ലസ് m2 v2 സൈൻ തീറ്റ 2 എന്നാണ് ഇത് എഴുതേണ്ടത്. ലെറ്റ് മീ കറക്റ്റ് ദാറ്റ്. So minus m1 v1 sin theta 1 എന്തുകൊണ്ടാണ് മൈനസ് ആയത്? ബിക്കോസ് ഇറ്റ് ഈസ് അലോങ് ദി നെഗറ്റീവ് y ഡയറക്ഷൻ. ഈ വെക്ടറിനെ റിസോൾവ് ചെയ്താൽ ഈ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റും ഈ ഡയറക്ഷനിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റും ഈ ഡയറക്ഷനിൽ വെർട്ടിക്കൽ കമ്പോണന്റും ആണ് കിട്ടുക. സോ നെഗറ്റീവ് y ഡയറക്ഷനിലാണ് m1 v1ന്റെ മൊമെന്റത്തിന്റെ y കമ്പോണന്റ് ഉള്ളത്. നെഗറ്റീവ് y ഡയറക്ഷനിലാണ്. സോ മൈനസ് m1 v1 സൈൻ തീറ്റ 1 ആണ് ഈ മൊമെന്റത്തിന്റെ y കമ്പോണന്റ്. ഇതിന്റെ മൊമെന്റത്തിന്റെ y കമ്പോണന്റ് പ്ലസ് m2 v2 sin theta 2. So this is the first equation, for equation. Then for conservation of momentum along x direction, ഇനി x ഡയറക്ഷനിലുള്ള മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോ ഇനീഷ്യലി x ഡയറക്ഷനിലുള്ള മൊമെന്റം എത്രയായിരുന്നു? m1 u1 ആണ്. സോ m1 u1 വരും ഇവിടെ. y ഡയറക്ഷനിലുള്ള മൊമെന്റം m2 v2ന്റെ ഈ y കമ്പോണന്റ് x കമ്പോണന്റ് എന്ന് പറയുന്നത് m2 v2 cos theta 2, m2 v2 cos theta 2. പിന്നെ അതുപോലെ m1 v1 എന്ന് പറയുന്ന ഈ മൊമെന്റത്തിന്റെ x കമ്പോണന്റ് എന്ന് പറയുന്നത് m1 v1 cos theta 1, m1 v1 cos theta 1. രണ്ടും പോസിറ്റീവ് x ഡയറക്ഷനിലാണ്, അതുകൊണ്ട് രണ്ടും പ്ലസ് ആണ്. സോ m1 u1 is equal to m1 v1 cos theta 1 plus m2 v2 cos theta 2. So you obtained two equations. So conservation of momentum in the y direction apply ചെയ്തു. എന്തുകൊണ്ടാണ് മൊമെന്റത്തിൽ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ? ബിക്കോസ് മൊമെന്റം ഇസ് എ വെക്ടർ. ഇനി നമ്മൾ ത്രീ ഡയമെൻഷൻ കൊളീഷൻ പഠിക്കുകയാണെങ്കിൽ മൊമെന്റത്തിന് 3 ഇക്വേഷൻ എഴുതാൻ പറ്റും മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്ത്. Then from conservation of kinetic energy, ഇലാസ്റ്റിക് കൊളീഷൻ ആണ് നമ്മൾ അസ്യൂം ചെയ്തത്, നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ 2 ഡയമെൻഷൻ കൊളീഷനിൽ. അപ്പോ ഇലാസ്റ്റിക് കൊളീഷൻ ആകുമ്പോൾ കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എഴുതാം ഹാഫ് m1 u1 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ 2 ഇക്വേഷനെ കിട്ടുള്ളൂ എന്നാണ്. അങ്ങനെയല്ല, കാരണം മൊമെന്റം വെക്ടർ ആയതുകൊണ്ട് യു ഹാവ് 2 ഇക്വേഷൻസ്. മൊമെന്റത്തിന്റെ തന്നെ 2 ഇക്വേഷൻ എഴുതാൻ പറ്റും. വൺ ഫോർ മൊമെന്റം കൺസർവേഷൻ അലോങ് ദി y ഡയറക്ഷൻ ആൻഡ് അനദർ വൺ ഇക്വേഷൻ ഫോർ മൊമെന്റം കൺസർവേഷൻ അലോങ് ദി x ഡയറക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ 2 ഇക്വേഷൻ ആയി. പിന്നെ കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി അപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് വൺ മോർ ഇക്വേഷൻ.
So you have three equations. നിങ്ങൾക്ക് എത്ര പാരാമീറ്റേഴ്സിനെയാണ് കണ്ടെത്തേണ്ടത്? ഫൈനൽ വെലോസിറ്റീസ് v1 v2 കണ്ടെത്തണം, ഈ ആംഗിൾസ് θ1 θ2 കണ്ടെത്തണം. So you have to find 4 parameters. 4 ആളുകളെയാണ് കണ്ടെത്തേണ്ടത്. 3 ഇക്വേഷൻ ആണുള്ളത്. സാധ്യമല്ല. 4 ആളെ സോൾവ് ചെയ്തെടുക്കണമെങ്കിൽ യു നീഡ് 4 ഇക്വേഷൻ. അപ്പൊ ഇവിടെയും പ്രയാസം തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അൺനോൺ v1 v2 θ1 θ2 ഏതെങ്കിലും 2 എണ്ണം അറിയണമെന്ന്. 2 എണ്ണം അറിയേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതി. If to solve this we should know m1 m2 u1 u2. അത് നമുക്ക് അറിയാം. u2 0 ആണ്, m1 m1 ആണ് നമുക്ക് അറിയുന്ന കേസ്. m2 m1 m2 u1 and u2 ആണ് നമുക്ക് നേരത്തെ അറിയുന്നത്. അതിന്റെ കൂടെ ഈ സെറ്റിൽ നിന്ന് ഫൈനൽ പാരാമീറ്റേഴ്സ് ആയ v1 v2 θ1 θ2 എന്നുള്ളതിൽ നിന്ന് ഏതെങ്കിലും ഒരു പാരാമീറ്റർ കൂടി കിട്ടിയാൽ യു ക്യാൻ സോൾവ് ദീസ് 3 ഇക്വേഷൻ. പിന്നെ 3 അൺനോൺസേ ഉള്ളൂ. ഏതെങ്കിലും ഒന്ന് നമുക്കറിയാം. സപ്പോസ് θ1 ഈസ് നോൺ, അത് നമുക്ക് പിന്നെ കണ്ടെത്തേണ്ടത് v1 v2 θ2. ആ 3 എണ്ണം കണ്ടെത്താൻ യു ഹാവ് 3 ഇക്വേഷൻസ്. 3 ഇക്വേഷനും 3 പാരാമീറ്റേഴ്സ് 3 വേരിയബിൾസും ആണെങ്കിൽ യു ക്യാൻ സോൾവ്. അപ്പോ this is the basic structure, basic facts about two-dimensional collision. ഇതാണ് അതിന്റെ ഇക്വേഷൻസ്. ഇക്വേഷൻ ഇതുവരെ എഴുതിയിട്ട് ഇങ്ങനെ ഇത്രയേ ആവശ്യമുള്ളൂ. സോൾവ് ചെയ്യുന്ന രീതിയൊന്നും നമുക്ക് പഠിക്കാനില്ല. 2 ഡയമെൻഷനിൽ ആകുമ്പോൾ തന്നെ കൊളീഷൻ കുറച്ച് കോംപ്ലക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ 3 ഇക്വേഷൻസ് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഐഡിയ ഇത്രയേ ഉള്ളൂ. കൊളീഷന്റെ മുൻപ് രണ്ടും 1 ഡയമെൻഷണൽ പോലെ വരികയാണ്. കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊളീഷന് മുന്നേ ഈ ഒരു പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റിലാണ്, മറ്റു പാർട്ടിക്കിൾ വരുന്ന ഡയറക്ഷനെ നമ്മൾ പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് കൊളീഷൻ നടക്കുന്നു. കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു പ്ലെയിനിൽ റെസ്ട്രിക്ട് ചെയ്യുന്ന രീതിയിൽ m1ഉം m2ഉം ഫ്ലൈ ഓഫ് ചെയ്യുന്നു. 2 വ്യത്യസ്ത ഡയറക്ഷൻസിൽ ഫ്ലൈ ഓഫ് ചെയ്യുന്നു. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അവയുടെ വെലോസിറ്റീസ് എല്ലാ വെലോസിറ്റീസും ഈ കൊളൈഡ് ചെയ്ത 2 പാർട്ടിക്കിളുടെയും കൊളൈഷന്റെ മുന്നുള്ള വെലോസിറ്റിയും ശേഷമുള്ള വെലോസിറ്റിയും എല്ലാം ഒരു സിംഗിൾ പ്ലെയിനിലേക്ക് റെസ്ട്രിക്ട് ചെയ്യണം. ഒരു പ്ലെയിനിൽ ഒതുങ്ങിയിരിക്കണം, ഒരു പ്ലെയിനിലായിരിക്കണം. അപ്പൊ നമ്മൾക്ക് പറയാം ദാറ്റ്സ് എ 2 ഡയമെൻഷണൽ കൊളീഷൻ. ഫോർ എക്സാമ്പിൾ, എ കൊളീഷൻ ഇൻ എ കാരം ബോർഡ്. ക്യാരംസ് കളിക്കുമ്പോൾ നമ്മൾ കോയിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ സ്ട്രൈക്കറും കോയിനും മൂവ് ചെയ്യുന്നത് ഒരു ഗുഡ് എക്സാമ്പിൾ ഫോർ എ 2 ഡയമെൻഷണൽ കൊളീഷൻ. നല്ല സ്മൂത്ത് സർഫസും ഫ്രിക്ഷൻ വളരെ കുറവും ഒക്കെ ആണെങ്കിൽ കൊളീഷൻ ക്യാൻ ബി അസ്യൂംഡ് അപ്രോക്സിമേറ്റ്ലി ഇലാസ്റ്റിക് ഇൻ സച്ച് കേസസ്. ഓക്കെ, അപ്പോ അത്തരം 2 ഡയമെൻഷൻ കൊളീഷനിലുള്ള ഒരു കാര്യം എന്താണ്? നമ്മൾക്ക് 2 പ്രിൻസിപ്പിൾസ് ആണ് അപ്ലൈ ചെയ്യാനുള്ളത്. ഒന്ന് കൺസർവേഷൻ ഓഫ് മൊമെന്റം, അനദർ വൺ ഈസ് കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി. കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജിക്ക് ഒരു ഇക്വേഷനെ കിട്ടുള്ളൂ, ബിക്കോസ് ഇറ്റ് ഇസ് എ സ്കെയിലാർ. കൈനറ്റിക് എനർജി ഇസ് എ സ്കെയിലാർ. മൊമെന്റം വെക്ടർ ആയതുകൊണ്ട്, ഇവിടെ 2 ഡയമെൻഷണൽ കൊളീഷൻ ആയതുകൊണ്ട് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ മൊമെന്റം ഷുഡ് ബി കൺസർവ്ഡ് ഇൻ independently along the x direction and along the y direction. X ആക്സിസിന് അലോങ് ആയിട്ടുള്ള മൊമെന്റവും കൺസർവ് ചെയ്യണം. Y ആക്സിസിന് ഉണ്ടായിട്ടുള്ള അലോങ് ആയിട്ടുള്ള മൊമെന്റവും കൺസർവ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇനീഷ്യൽ മൊമെന്റം കംപ്ലീറ്റ്ലി അലോങ് ദി എക്സ് ആക്സിസ് ആണ്. Y ആക്സിസിൽ ഇനീഷ്യൽ മൊമെന്റം 0 ആണ്. പക്ഷേ ഫൈനൽ മൊമെന്റം എക്സ് ഡയറക്ഷനിലോ വൈ ഡയറക്ഷനിലോ അല്ല, 2 ഡയറക്ഷനിലോ അതിന്റെ കമ്പോണന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ 2 കമ്പോണന്റ്സ് എഴുതിയിട്ട് അതിന്റെ ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് 2 ഇക്വേഷൻ അതിന് കിട്ടും. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എഴുതിയാൽ ഒരു ഇക്വേഷൻ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് 3 ഇക്വേഷൻ എഴുതാൻ പറ്റും ഫോർ 2 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷൻ. നിങ്ങൾക്ക് 2 ഡയമെൻഷനിലുള്ള ഇലാസ്റ്റിക് കൊളീഷന് 3 ഇക്വേഷൻസ് കിട്ടും. 2 ഒബ്റ്റൈൻഡ് ഫ്രം ദി കൺസർവേഷൻ ഓഫ് മൊമെന്റം, 1 ലഭിക്കുന്നത് കൈനറ്റിക് എനർജിയുടെ കൺസർവേഷൻ എഴുതുമ്പോൾ. 3 ഇക്വേഷൻസ് ഉണ്ട്. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് 4 പാരാമീറ്റേഴ്സ്. 4 ആളുകളെ കണ്ടെത്തണം. ഫൈനൽ വെലോസിറ്റീസ് ഓഫ് ദി 2 പാർട്ടിക്കിൾ ആൻഡ് ദി ആംഗിൾസ് θ1 ആൻഡ് θ2. അത് സാധ്യമല്ല. അപ്പൊ നമ്മൾക്ക് എന്തും കൂടി അറിയണം. ഫൈനൽ കണ്ടെത്തേണ്ട പാരാമീറ്റേഴ്സിൽ ഏതെങ്കിലും ഒന്ന് ഒരു എക്സ്പെരിമെന്റിലൂടെ മെഷർ ചെയ്തെടുക്കാൻ പറ്റിയാൽ all other you can predict using this equation. Okay. So that is all about 2-dimensional collision. Collision in 2 dimensions. ഒരു ഗുഡ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല. കൊളീഷൻ ഓഫ് between striker and points in a carom board. പല കൊളീഷൻസും നമ്മൾ പല എക്സ്പെരിമെന്റിലൊക്കെ നടന്ന പല കൊളീഷൻസ് 2 ഡയമെൻഷനിൽ ഫ്രെയിം ചെയ്യാറുണ്ട്. ഇനി ഇതെല്ലാരും നോട്ടിൽ നോട്ട് മച്ച് ഇമ്പോർട്ടൻസ്. സം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് പ്രധാനപ്പെട്ട ഒരു കേസ് അല്ല. വളരെ പ്രയാസം തോന്നുന്ന നിൽക്കും കഴിയാത്ത ആളുകൾക്കൊക്കെ സ്കിപ്പ് ചെയ്യാം.
പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടൊന്നുമില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ചോദിക്കൂല എന്നർത്ഥമില്ല. ഓക്കെ, ഇനിയുള്ളത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പല പ്രോബ്ലംസും ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഫാക്ട്, ഒരു കൺസെപ്റ്റ് ആണ്. കൺസെപ്റ്റ് അല്ല, ഒരു റിലേഷൻഷിപ്പ് ആണ്. റിലേഷൻ ബിറ്റ്വീൻ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിക്ക് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു, ദാറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ, അല്ലെങ്കിൽ ഹാഫ് എം ഇൻറ്റു വി ഡോട്ട് വി. വെക്ടർ ഫോമിൽ എഴുതിയാൽ, വെലോസിറ്റിയുടെ ഫോമിൽ എഴുതിയാൽ ഹാഫ് എം ഇൻറ്റു വി ഡോട്ട് വി. സ്പീഡായിട്ട് എഴുതിയാൽ ഹാഫ് എം വി സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഒന്ന് തന്നെയാണ്, രണ്ട് ഇക്വേഷൻ. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി ഡോട്ട് വി ആണ്. അത് നമ്മൾ പഠിച്ചു. പലപ്പോഴും മൊമെന്റത്തിന്റെ ടേമിൽ കൈനറ്റിക് എനർജി എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരും. അതാണ് ഇനി പറയുന്നത്. സോ ഹെഡിങ് എഴുതണം, നിർബന്ധമായിട്ട് എഴുതണം, റിലേഷൻ ബിറ്റ്വീൻ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്, മൊമെന്റം എം വിയുമാണ്. അപ്പൊ കണ്ടാൽ തന്നെ അറിയാം ഇത് തമ്മിൽ ഒന്ന് കൈനറ്റിക് എനർജിനെ മൊമെന്റത്തിന്റെ ടേമിൽ എഴുതാൻ കഴിയും. സോ പി സ്ക്വയർ ബൈ 2m കാണാം. പി സ്ക്വയർ ബൈ 2m കണ്ടാൽ യു വിൽ ഗെറ്റ് എം സ്ക്വയർ വി സ്ക്വയർ ബൈ 2m എന്നാണ്. എം സ്ക്വയർ വി സ്ക്വയർ ബൈ 2m എന്ന് വരും. എമ്മും ഇതിലൊരു എമ്മും ക്യാൻസൽ ചെയ്താൽ ദാറ്റ് വിൽ ബി ഹാഫ് എം വി സ്ക്വയർ, ദാറ്റ് ഇസ് കെ. ഇതാണ് റിലേഷൻ. ഇതൊരിക്കലും മറക്കരുത്. കൈനറ്റിക് എനർജി കെ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. കൈനറ്റിക് എനർജിനെ കെ കൊണ്ട് പലപ്പോഴും ഡിനോട്ട് ചെയ്യാറുണ്ട്. സോ കെ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ദാറ്റ് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം, ഓർ മൊമെന്റം പി ഇസ് ഈക്വൽ ടു റൂട്ട് 2m. ഈ രണ്ട് ഇക്വേഷനും എപ്പോഴും ഓർത്തിരിക്കണം. പ്രോബ്ലം അതേപോലെ തന്നെ ഈ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കൺസെപ്ച്വൽ ആയിട്ടുള്ള പല ചോദ്യങ്ങളും സോൾവ് ചെയ്യുമ്പോൾ ഇത് ആവശ്യമായിട്ട് വരാറുണ്ട്. പി സ്ക്വയർ ബൈ 2m എന്നുള്ള ഒരു ഇക്വേഷൻ കൂടി കൈനറ്റിക് എനർജിക്ക് ഉണ്ട്. ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ തന്നെയാണത്. അതിനെ നമുക്കൊന്ന് മൊമെന്റത്തിന്റെ ടേമിൽ എഴുതിയാൽ, വെലോസിറ്റി മാറ്റിയിട്ട് മൊമെന്റം ആക്കിയിട്ട് എഴുതിയാൽ you will get p square by 2m. Kinetic energy is equal to p square by 2m. Momentum p is equal to root 2m. ഈ രണ്ട് ഇക്വേഷനും എഴുതുക. അതിന്റെ ഡെറിവേഷൻ ആയിട്ടൊന്നുമില്ല, ഇത് സിമ്പിൾ ആണ്. ഈ റിസൾട്ട് ഓർത്തിരിക്കുക, ദാറ്റ്സ് മസ്റ്റ്. k is equal to p square by 2m. Momentum p is equal to root 2mk. So these two equations will be very helpful in solving many problems. നമ്മുടെ മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ള പല പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇത് വളരെ ഹാൻഡി ആയിട്ട് വരും. സോ കീപ് ഇറ്റ് അപ്പ്. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഇത്രയാണ് ചാപ്റ്റർ കഴിഞ്ഞു. ചാപ്റ്റർ നമ്മൾ ഫുള്ളായിട്ട് അതിന്റെ എല്ലാ ഭാഗവും എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അതിലെ പ്രോബ്ലംസ് കുറെ നിങ്ങൾക്ക് ഞാൻ ഈ ചാപ്റ്റർ ചെയ്യുമ്പോൾ തന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ പ്രോബ്ലംസ് ചെയ്യണം. ഈ ഞാൻ ചെയ്തു തന്ന പ്രോബ്ലംസിൽ പലതും എക്സാമ്പിൾ പ്രോബ്ലംസും നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഏത് ചാപ്റ്റർ ആയാലും, ഞാൻ പഠിപ്പിച്ച ഏത് ചാപ്റ്റർ ആയാലും ആ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഓരോ കൺസെപ്റ്റ്, ഓരോ പാർട്ട് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ചെയ്ത പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസ് എല്ലാം നിർബന്ധമായിട്ടും ചെയ്യണം. പിന്നെ ഞാൻ ഹോംവർക്കായിട്ട് എക്സാമ്പിൾ പ്രോബ്ലംസും കുറച്ച് എക്സസൈസും ഒക്കെ പല ചാപ്റ്ററിലും തന്നിട്ടുണ്ട്, അതും ചെയ്യണം. ഈ ചാപ്റ്ററിലും അതുപോലെ ഹോംവർക്കായിട്ട് ഞാൻ ചെയ്തു തരാത്ത എക്സാമ്പിൾ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കണം. കിട്ടുന്നില്ലെങ്കിൽ അത് എന്നോട് ചോദിച്ച് മനസ്സിലാക്കണം. പൊതുവെ നിങ്ങൾ അത്തരം ടെക്സ്റ്റ് ബുക്കുമായിട്ട് അത്ര ബന്ധം പുലർത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് നൺ ഓഫ് യു ഹാവ് നെവർ ആസ്ക്ഡ് മീ about any problems in your textbook. So I hope not. I think that you are not in good relation with your textbook. അപ്പൊ അത് അത്ര കുഴപ്പമുണ്ടായിട്ടല്ല. അപ്പൊ നിങ്ങൾ എല്ലാ പ്രോബ്ലംസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് എഴുതി നിങ്ങളുടെ നല്ലൊരു നോട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഓൺലൈൻ ക്ലാസ്സുകളും ഒക്കെ കണ്ട് എഴുതി പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ പലപ്പോഴും നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ എക്സാമ്പിൾ പ്രോബ്ലംസ്, അതിലുള്ള എക്സർസൈസിലുള്ള പ്രോബ്ലംസും ഒക്കെ തന്നെയാണ് ചെറിയ വാല്യൂസ് ഒക്കെ മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ വർഷം നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ തരും എന്ന് പറയുന്നുണ്ട്. ഫോക്കസ് ഏരിയ വന്നാൽ കുറെ എക്സ്ട്രാ ടോപ്പിക്കുകളൊക്കെ ഒഴിവാക്കും. എക്സ്ട്രാ അല്ല, ഇമ്പോർട്ടന്റ് ഓരോ ചാപ്റ്ററിന്റെയും എസെൻസ് ആയിട്ട് വരുന്ന, അതിന്റെ കോർ ആയിട്ട് വരുന്ന ഏരിയ മാത്രം എടുത്തിട്ട് ബാക്കി സ്കിപ്പ് ചെയ്യാനൊരു സാധ്യതയുണ്ട്. സെക്കൻഡ് ഇയേഴ്സിനൊക്കെ ചെയ്തിരുന്നു. അപ്പോ അനുകൂലമായ കാലാവസ്ഥ സാഹചര്യം ഇല്ലാതെ വന്നാൽ അത്തരം ഫോക്കസ് ഏരിയ ഡെവലപ്പ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ എക്സാം നടത്തുക. ബട്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു എക്സാമിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഫോക്കസ് ഏരിയ മാത്രമായതുകൊണ്ട് അത്ര ബെനിഫിറ്റ് ആവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. So to know the subject, to learn the subject, you should learn thoroughly all the chapters.
മറ്റു കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ഏരിയ ഒക്കെ വരികയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ആലോചിക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം അപ്പോൾ ആലോചിക്കാം. നൗ യു ലേൺ ആസ് പെർ യുവർ സിലബസ്. ഓക്കെ, ഇനി പ്രോബ്ലംസിലേക്ക് കടക്കാം. So first question നോക്കൂ. Two masses, one lighter and one heavier have the same momentum. Which one will have greater kinetic energy? Previous question paper ആണ്. രണ്ട് മാസുകൾ, ഒന്ന് ലൈറ്റർ ആണ്, ഒന്ന് ഹെവിയർ ആണ്. രണ്ടിന്റെയും മൊമെന്റം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും കൈനറ്റിക് എനർജി കൂടുതൽ ഉണ്ടാവും? ക്വസ്റ്റ്യൻ എഴുതണം. Two masses, one lighter and one heavier have same momentum. Which one will have greater kinetic energy? Kinetic energy K എന്ന് എഴുതിയാൽ മതി, അങ്ങനെ എഴുതാവും. So two masses, one lighter and other heavier have same momentum. Which one will have greater kinetic energy? Question ഇതാ. അപ്പൊ ഈ ഇക്വേഷൻ ഇവിടെ ആവശ്യമാണ്. സെയിം മൊമെന്റം എന്ന് തന്നിട്ടുണ്ട്, കൈനറ്റിക് എനർജിയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ കൈനറ്റിക് എനർജിക്ക് മൊമെന്റത്തിന്റെ ടേമിൽ ഇക്വേഷൻ എഴുതിയാലേ ഈ കമ്പാരിസൺ സാധ്യമാവും. ആ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. K is equal to P²/2. അപ്പൊ M1 ആണ് വലുത്, ഹെവിയർ മാസ് M2 ലൈറ്റർ ആണ് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പൊ M1ന്റെ കൈനറ്റിക് എനർജിനെ നമുക്ക് P²/2 M1 എന്ന് എഴുതാം. M2ന്റെ കൈനറ്റിക് എനർജിനെ P²/2 M2 എന്ന് എഴുതാം. രണ്ടിടത്തും P ആണ്. P1 P2 എന്ന് എടുത്തിട്ടില്ല, കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സെയിം മൊമെന്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് മൊമെന്റം ഈസ് P. അപ്പൊ P²/2 M1, K2 എന്നാണ് P²/2 M1. ഇനി കൂടുതലൊന്നും വേണ്ട, ഇതിൽ തന്നെ അറിയാൻ പറ്റും, കാരണം M1 ഗ്രേറ്റർ ദാൻ M2 ആണ്. M2 ആണ് കൂടുതലുള്ളത്. അപ്പോ K2 കുറവായിരിക്കും, അടിയിലാണല്ലോ M വരുന്നത്, മാസ് വരുന്ന അടിയിലാണ്. നോക്കിയാൽ മതി. കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു 1/m ആണ്, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മാസ് ആണ്. എവിടെ? എപ്പോ? when the momentum is constant. P കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ അനുസരിച്ച് പിന്നെ നമുക്ക് എഴുതാം കൈനറ്റിക് എനർജി is inversely proportional to mass. അപ്പൊ ഇവിടെ M1 ആണ് കൂടുതലുള്ളത്, അതുകൊണ്ട് K1 കുറവായിരിക്കും. So M1 greater than M2. So K1 is less than K1, അല്ലെങ്കിൽ K2 is greater than K1. Which will have greater kinetic energy എന്ന് ആവശ്യം. K2 ആണ് കൂടുതൽ. So M2 will have greater kinetic energy. M2 എന്ന് പറഞ്ഞാൽ നമ്മളെ കൺസെപ്റ്റ് അനുസരിച്ച് ലൈറ്റർ ബോഡിയാണ്, ലൈറ്റർ മാസ്. M1 ആണ് നമ്മൾ ഹെവിയർ ബോഡി ആയിട്ട്. So the lighter body will have higher kinetic energy. Lighter body will have higher kinetic energy. ഇത് പല കുട്ടികളും തെറ്റിക്കാറുണ്ട് പലരും. കാരണം ഈ ½ ഇങ്ങോട്ട് മുഴുകിയിട്ട് ½ മാത്രം അന്ധമായി വിശ്വസിക്കുമ്പോൾ ½ വേറൊന്നും ആലോചിക്കൂല. എമ്മിന് പ്രപ്പോർഷണൽ ആണ്, എം കൂടുതലുള്ള ആൾ തന്നെ ആയിരിക്കും കൂടുതൽ കൈനറ്റിക് എനർജി എന്നൊക്കെ ആലോചിച്ചിട്ട് നേരെ പോയിട്ട് എഴുതി M1 heavier mass will have higher kinetic energy. തെറ്റാണ്. The lighter body will have higher kinetic energy. എപ്പോ? രണ്ട് ബോഡിയുടെയും മൊമെന്റം സെയിം ആണെങ്കിൽ പിന്നെ കൈനറ്റിക് എനർജി കൂടുതൽ ഉണ്ടാവുക ലൈറ്റർ ബോഡിക്ക് ആയിരിക്കും. ഓക്കെ, അത് ഈ ഇക്വേഷൻ വഴിയാണ് നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ അതിന്റെയാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ഫോർ സെയിം വാല്യൂ ഓഫ് മൊമെന്റം K is proportional to 1/m, kinetic energy is proportional to 1/m, so lighter body will have higher kinetic energy. എത്ര എഴുതണ്ടുള്ളൂ, ഇതിന്റെ ഒരുപാട് കാര്യങ്ങളൊന്നും എഴുതണ്ട. ഒരു മാർക്കിനുള്ള ചോദ്യമായിട്ടാണ് ഇത് ചോദിക്കുക. ഇത്രയും ക്വസ്റ്റ്യൻ. If kinetic energy of a body is doubled, what will be the percentage increase in its momentum? ഇപ്പൊ മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, കുറച്ച് മുൻപാണ് എക്സാമിന്, നിങ്ങൾ +2 എക്സാമിന് ചോദിച്ച ചോദ്യം. The kinetic energy of a body is doubled, what will be the percentage increase in momentum? നമ്മൾ ചെയ്ത് നോക്കന്നെ വേണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എഴുതാം. Kinetic energy of a body is doubled, what will be the percentage increase in momentum? Percentage increase കാണണമെങ്കിൽ ആദ്യം increase in momentum കാണണം. Increase in momentum divided by the initial momentum into 100 ചെയ്താലാണ് percentage increase കിട്ടുക. മൊമെന്റത്തിൽ ഉണ്ടായ ഇൻക്രീസ് എത്രയാണെന്ന് കാണണം. ദാറ്റ് ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ആദ്യം ഉണ്ടായിരുന്ന മൊമെന്റ് എത്രയാണ് നോക്കണം, അത് ഹരിക്കുക, ഗുണിക്ക് into 100 ചെയ്താൽ യു വിൽ ഗെറ്റ് ദി പെർസെന്റേജ് ഇൻക്രീസ് ഇൻ മൊമെന്റ്. അതാണ് പെർസെന്റേജ് ഇൻക്രീസ്. അപ്പൊ തന്നിട്ടുള്ളത് കൈനറ്റിക് എനർജി ഡബിൾ ആയിട്ടുണ്ട്. അപ്പൊ K2 എന്ന് പറയുന്നത് 2K1 എന്ന് എഴുതാം. K2 രണ്ടാമത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജി, K1 എന്ന് പറയുന്നത് രണ്ടാമത്തെ കൈനറ്റിക് ഫൈനൽ കൈനറ്റിക് എനർജി, K1 എന്ന് പറയുന്നത് ആദ്യത്തെ കൈനറ്റിക് എനർജി. രണ്ടാമത്തെ കൈനറ്റിക് എനർജി പറഞ്ഞാൽ ആദ്യത്തെ കൈനറ്റിക് എനർജിന്റെ ഡബിൾഡ് ആണ് ഫൈനൽ കൈനറ്റിക് എനർജി. സോ K2 is equal to 2K1 ഒന്നാമത് എഴുതുക. ഇനി ആദ്യം ഉണ്ടായിരുന്ന മൊമെന്റം, ഇനീഷ്യൽ മൊമെന്റം P1 is equal to √2mK1. ഇനി P2 എന്ന് പറയുന്നത് √2mK2 എന്ന് എഴുതാം. P1 √2mK1. എവിടുന്നാണ് ഈ ഇക്വേഷൻ? ഇപ്പൊ നേരത്തെ പഠിപ്പിച്ച ഇക്വേഷൻ P is equal to √2mK, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ തിരിച്ചെഴുതാം. P² is equal to √2mK, P is equal to √2mK. അതാണ് എഴുതുന്നത്. So P1 is equal to √2mK1.
എന്ന് എഴുതി. P2 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2m_k2 ആണ്. ബട്ട് വി ഹാവ് k2 is equal to 2k1. So you can write 2 റൂട്ട് ഓഫ് 2m into k2 പകരം 2k1 എന്ന് എഴുതി. അപ്പൊ ഒരു റൂട്ട്, ഇവിടെ റൂട്ടും ഉണ്ട്, ഇവിടെ റൂട്ടും ഉണ്ട്. ഒരു റൂട്ടും ഞാൻ പുറത്തെടുക്കാണ്. സോ റൂട്ട് 2 ഇൻറ്റു, കാരണം ഇതിനെ P1ന്റെ ടേമിൽ എഴുതണം എനിക്ക്, അതിന് വേണ്ടിയിട്ടാണ്. P1ന്റെ ടേമിൽ എഴുതണമെങ്കിൽ ഇവിടെ റൂട്ട് 2mk1 റൂട്ട് ഓഫ് 2mk1 ഒഴികെ ബാക്കിയുള്ള പുറത്തെടുക്കണം. അപ്പൊ ഞാൻ ഇതിൽ എക്സ്ട്രാ ഉള്ളത് ഒരു റൂട്ട് 2 ആണ്, അതിന് പുറത്തെടുക്കും. റൂട്ട് 2 ഇൻറ്റു റൂട്ട് ഓഫ് 2mk1 എന്ന് എഴുതാം. ആൻഡ് റൂട്ട് ഓഫ് 2mk1 ഈസ് നത്തിങ് ബട്ട് P1. സോ റൂട്ട് 2P1 എന്ന് എഴുതാം. സോ P2 റൂട്ട് 2P1 ആവും. K2 2k1 ആവുമ്പോ P2 എന്താവുക? റൂട്ട് 2P1 ആണ് ആവുക. മനസ്സിലാക്കണം. സോ റൂട്ട് 2P1 എന്ന് എഴുതാം. റൂട്ട് 2P1. ഇത് ഇങ്ങനെ വിശദമായിട്ട് എഴുതാനുള്ള ആവശ്യമൊന്നുമില്ല. ഇത് അറിയുന്ന ആളുകൾക്ക് വളരെ ഈസിയാണ്. കാരണം ഈ റിലേഷൻ ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. കെ ഡബിൾ ആയി കഴിഞ്ഞാൽ K2 കെ എന്ന് പറയുന്നത് ഇരട്ടി ആയി കഴിഞ്ഞാൽ P എന്ന് പറയുന്നത് റൂട്ട് കെക്ക് പ്രപ്പോർഷനിലാണ്. ഒരേ ബോഡിയാണല്ലോ, എം കോൺസ്റ്റന്റ് ആണ്. സോ P പ്രപ്പോർഷണൽ ടു റൂട്ട് കെ എന്ന് എഴുതാം. അപ്പൊ അതിൽ നിന്ന് P2 എന്ന് പറയുന്നത് കെ ഡബിൾ ആയി കഴിഞ്ഞാൽ അതിന്റെ റൂട്ടിന്, ഡബിൾ എന്ന് പറഞ്ഞാൽ 2 ട്വൈസ് ആയി കഴിഞ്ഞാൽ അതിന്റെ റൂട്ടിന് പ്രപ്പോർഷൻ. സോ റൂട്ട് 2 ടൈംസ് ആവും. അപ്പൊ റൂട്ട് 2P1 ഈ ഇക്വേഷൻ നോക്കി ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ കഴിയും. സോ P2 is equal to റൂട്ട് 2P1 എന്ന് കിട്ടും. നമുക്ക് കാണേണ്ടത് എന്താണ്? ഇൻക്രീസ് ഇൻ മൊമെന്റം ഡെൽറ്റ P1 എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെന്റം ഡിവൈഡ് മൈനസ് ഇനീഷ്യൽ മൊമെന്റം, ദാറ്റ് ഈസ് P2 മൈനസ് P1. അതാണ് നമ്മൾക്ക് കാണുന്നത്. പെർസെന്റേജ് ഇൻക്രീസ് എന്ന് പറഞ്ഞാലോ, പിന്നെ ചേഞ്ച് ഇൻ ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ മൊമെന്റം ഡെൽറ്റ P1 ഡിവൈഡഡ് ബൈ P1 into 100. അതാണ് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോ ആദ്യം നമ്മൾ ഇൻക്രീസ് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് ഡെൽറ്റ P1 വിച്ച് ഈസ് P2 മൈനസ് P1. അത് എഴുതിയല്ലോ, നിങ്ങൾ എഴുതിക്കോളൂ. ഇതിന്റെ കൂടെ ഇത്ര എഴുതുക. ഒന്നാമത്തെ K2 is equal to 2k1, P1 is equal to root 2mk1. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത്, അല്ല, P2 എന്ന് പറയുന്നത് റൂട്ട് 2mk2, അതിനെ K2ന് 2k1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്താൽ you will get root 2P1. അപ്പോൾ P2 is equal to root 2P1 is next equation. Then നിങ്ങൾ എന്ത് കണ്ടെത്തണം? ഇൻക്രീസ് ഇൻ മൊമെന്റം കാണണം. ദാറ്റ് ഈസ് ഡെൽറ്റ P1 is equal to P2 മൈനസ് P1. പിന്നെ പെർസെന്റേജ് ഇൻക്രീസ് കാണണം. പെർസെന്റേജ് ഇൻക്രീസ് ആണ് ചോദിച്ചത്. എന്താ change in increase in momentum delta P1 divided by P1 into 100. Delta P1 divided by P1 into 100. ഇതാണ് പെർസെന്റേജ് ഇൻക്രീസ്. ഇതിൽ ഡെൽറ്റ P1 ന് P2 മൈനസ് P1 എന്ന് കൊടുക്കുക. അപ്പോൾ P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ P1 into 100. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ P2 by P1 മൈനസ് P1 by P1 1 വരും. സോ P2 by P1 മൈനസ് 1 into 100 എന്ന്. P2 by P1 മൈനസ് 1 into 100 എന്ന്. Now P2ക്ക് എന്ത് കൊടുക്കാം? ഇവിടെ P2 by P1 ഉണ്ട്. P2 എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 2P1 ആണ്. സോ P2 എന്ന് പറയുന്നതിന് പകരം റൂട്ട് 2P1 എന്ന് കൊടുക്കുക. എഴുതിക്കോളൂ, എന്റെ കൂടെ തന്നെ എഴുതണം. പെർസെന്റേജ് ഇൻക്രീസ് ചെയ്ത ഡെൽറ്റ P1 ഡിവൈഡഡ് ബൈ P1 into 100. ഓക്കെ, അത് അതിന്റെ ഡെഫിനിഷൻ ആണ്. പെർസെന്റേജ് ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഏതിലാണോ ആ വാല്യൂ ഉള്ളത്. ഇപ്പൊ മാർക്ക് നമ്മൾ കാണുമല്ലോ, 25 50 കിട്ടിയാൽ 25 ഡിവൈഡഡ് ബൈ 50 into 100 ആയിരുന്നു. അപ്പൊ ഇവിടെ P1 ആണ്, P1-നാണ് എന്തുണ്ടായത്? ഡെൽറ്റ P1 എന്നുള്ള ഇൻക്രീസ് ഉണ്ടായത്. സോ ഡെൽറ്റ P1 ഈസ് ദി ഇൻക്രീസ് ഇൻ P1. എത്ര പെർസെന്റേജ് ആണെന്ന് കാണണമെങ്കിൽ ആ ഇൻക്രീസ് ഇൻ P1 ഡിവൈഡഡ് ബൈ P1 into 100. that is equal to P2 minus P1 ആണ് ഡെൽറ്റ P1 divided by 100. അങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ P2 by P1 minus 1 into 100. ഇനി അതിൽ P2 is equal to root 2P1 എന്ന നമ്മൾ ആദ്യത്തെ റിസൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്താ കിട്ടുക? പെർസെന്റേജ് ഇൻക്രീസ് is equal to P2 by P1 minus 1 into 100 which is equal to root 2P1 by P1. P2 ന് root 2P1 എന്ന് കൊടുത്തു, by P1 minus 1 into 100. P1 P1 ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് റൂട്ട് 2 മൈനസ് 1 into 100. റൂട്ട് 2 മൈനസ് 1 into 100 ചെയ്താൽ 41.4 എന്ന് കിട്ടും. സോ ദ ഇൻക്രീസ് ഈസ് 41.4%. ഓക്കെ, അപ്പൊ 100% ആണ് എന്തിലുണ്ടായ ഇൻക്രീസ്? കൈനറ്റിക് എനർജിയിൽ ഉണ്ടായത്. ഡബിൾഡ് എന്ന് പറഞ്ഞാൽ അതാണ്, 100% വർദ്ധിച്ചു. 100% വർദ്ധിച്ചപ്പോൾ
മൊമെന്റം വർദ്ധിച്ചത് എത്രയാണ്? 41.4%, 41.4%. ഓക്കെ, ദാറ്റ് ഈസ് ദി റിസൾട്ട്. ഈ പെർസെന്റേജ് ഇൻക്രീസ് ഒക്കെ വന്നാൽ പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ആവും, എന്താണ് എങ്ങനെയാണ് ആൻസർ കിട്ടുക. അപ്പൊ ഇതൊരു ജനറൽ മെത്തേഡാണ്. ഇതിൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനും അപ്ലൈ ചെയ്യാം. ഏത്? പെർസെന്റേജ് ഇൻക്രീസ് ഇസ് ഈക്വൽ ടു P2/P1 മൈനസ് 100. എന്തൊരു ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, മൊമെന്റോ വേരിയബിൾ എന്ത്, എക്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി അത് x1 എന്നുള്ളത് സ്ഥലത്ത് നിന്നും x2 ആയി മാറി. വാട്ട് ഈസ് ദി പെർസെന്റേജ് ഇൻക്രീസ് ചോദിച്ചാൽ x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ x1 ഇൻറ്റു 100 ആണ്. x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ x1 ഇൻറ്റു 100. അതിന് എഴുതുമ്പോൾ നമുക്ക് x2 ബൈ x1 മൈനസ് 1 ഇൻറ്റു 100 എന്ന് എഴുതാം. ഇത് എപ്പോഴും ഇത്തരം ഏത് പ്രോബ്ലം എവിടെ കണ്ടാലും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം, പെർസെന്റേജ് ഇൻക്രീസ് കാണാം. എറർ ഒക്കെ ചെയ്തപ്പോൾ ഒരുപാട് പെർസെന്റേജ് എറർ ഒക്കെ കണ്ടില്ലേ, എറർ അനാലിസിസിലൊക്കെ. അതേപോലെ so it is 41.4%. The answer is 41.4%. ആദ്യം ഇൻക്രീസ് ഇൻ രണ്ടാം ഫൈനൽ മൊമെന്റത്തിന് ഇനീഷ്യൽ മൊമെന്റത്തിന്റെ ടേമിൽ എഴുതി, അപ്പൊ √2P1 എന്ന് കിട്ടി. ഇൻക്രീസ് ഇൻ മൊമെന്റം കണ്ടു, അതിന്റെ പെർസെന്റേജ് ഇൻക്രീസ് എടുത്തു, അതൊക്കെ ഇക്വേഷൻ ആയിട്ടാണ് എഴുതി, അവിടെ നിന്ന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾക്ക് ഫൈനൽ ആയിട്ട് ഒരു ഇക്വേഷൻ കിട്ടി, P2/P1 മൈനസ് 1 ഇൻറ്റു 100. നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുടെ ഇക്വേഷൻ P2/P1 മൈനസ് 1 ഇൻറ്റു 100 എന്നായി. നൗ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ബിക്കോസ് P2 and P1 we know the relation between P2 and P1. അപ്പോൾ P2 ന് P1 ടേമിൽ √2P1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വെരി സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്യും, എന്നിട്ട് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യും. ഇതും നിങ്ങളുടെ 3 വർഷം മുന്നേ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. നിങ്ങളുടെ എക്സർസൈസിലുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്. എ പമ്പ് ഓൺ ദി ഗ്രൗണ്ട് floor of a building fills water in a tank. A pump on the ground floor. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് എക്സർസൈസിലെ ഐ തിങ്ക് 6.15 6.15 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 6.15 6.15 എക്സർസൈസിലെ ഈ ചാപ്റ്ററിന്റെ എക്സർസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. A pump on the ground floor of a building fills water in a tank of volume 30 meter cube. എഴുതണം, അല്ലെങ്കിൽ മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യുക. എന്തായാലും ക്വസ്റ്റ്യൻ 30 meter cube ആണ് വോള്യൂം ഓഫ് ദി വാട്ടർ. ടാങ്കിന്റെ കപ്പാസിറ്റി 30 meter cube ആണ്. അത് 40 മീറ്റർ ഉയരത്തിലാണ് ടാങ്ക് വെച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് വെള്ളം അതിലേക്ക് പമ്പ് ചെയ്യുന്നത്. 15 മിനിറ്റ് ആണ് സമയം എടുക്കുന്നത്. 30 മീറ്റർ ക്യൂബ് ടാങ്ക് നിറയാൻ 30 മീറ്റർ ക്യൂബ് വാട്ടറിനെ 40 മീറ്റർ ഹൈറ്റിലേക്ക് പമ്പ് ചെയ്ത് എത്തിക്കാൻ മോട്ടറിന് എടുത്ത സമയം, മോട്ടർ ഉപയോഗിച്ചത് 15 മിനിറ്റ് ആണ്. മോട്ടറിന്റെ എഫിഷ്യൻസി 30% ആണെങ്കിൽ ആ മോട്ടർ ലൈനിൽ നിന്നും ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ പവർ എത്രയായിരിക്കും? ഇതിനെ മുകളിലേക്ക് എത്തിക്കണമെങ്കിൽ മെക്കാനിക്കൽ പവർ ഈസ് നീഡഡ്. ആ മെക്കാനിക്കൽ പവർ മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട് കൊടുക്കാൻ മോട്ടർ അത്രയുമെങ്കിലും അല്ലെങ്കിൽ അതിലും കൂടുതൽ ഇലക്ട്രിക്കൽ പവർ ലൈനിൽ നിന്നും വിഡ്രോ എടുക്കണം. കാരണം എനർജി ഒരു ഡിവൈസിന് 100% എഫിഷ്യൻസി ഉണ്ടാവില്ല. അപ്പോ അതിന് ഇത്ര വാട്ട് പവർ ഔട്ട്പുട്ട് കൊടുക്കണമെങ്കിൽ അതിനേക്കാൾ കൂടിയ പവർ അത് ഇൻപുട്ട് ആയിട്ട് കിട്ടണം. ഏത് മെഷീനാണ്? അപ്പൊ ഇവിടെ മോട്ടറാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു മോട്ടർ ഉണ്ട്, ആ മോട്ടർ ഉപയോഗിച്ച് 40 മീറ്റർ ഉയരത്തിലുള്ള ഒരു വാട്ടർ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നു. ഗ്രൗണ്ടിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഗ്രൗണ്ടിന്റെ താഴെ ഡെപ്തിലുള്ള വെല്ലിൽ നിന്നെന്ന് പറഞ്ഞിട്ടില്ല, അപ്പൊ ഗ്രൗണ്ട് ലെവൽ എടുത്താൽ മതി. അപ്പൊ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള എന്തോ ഒരു സംവിധാനത്തിൽ നിന്നും ഈ ടാങ്കിലേക്ക് മുകളിലേക്ക് 40 മീറ്റർ ഉയരത്തിലേക്കുള്ള ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഒരു മോട്ടർ. 15 മിനിറ്റ് ആണ് ആ ഫില്ല് ചെയ്യാനാവുന്നത്. ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ 30 മീറ്റർ ക്യൂബ് വെള്ളമാണ് അതിലുള്ളത്. ആ 30 മീറ്റർ ക്യൂബ് വെള്ളം മുകളിലേക്ക് ടാങ്കിലേക്ക് എത്തിക്കാൻ മോട്ടർ എടുത്തത് 15 മിനിറ്റ് ആണ്. മോട്ടറിന്റെ എഫിഷ്യൻസി 30%. എത്ര ഇലക്ട്രിക്കൽ പവർ കൺസ്യൂം ചെയ്തു? എഫിഷ്യൻസി പറഞ്ഞ കാര്യക്ഷമത. ഒന്നാമത്തത് ഈ വാട്ടർ 30 മീറ്റർ ക്യൂബ് വാട്ടർ ഉണ്ടാവുമല്ലോ, ആ വാട്ടറിന്റെ മാസ് m ആണെന്ന് വിചാരിക്കും. ആ വാട്ടർ നേരത്തെ ഗ്രൗണ്ട് ലെവൽ ആയിരുന്നു. 30 മീറ്റർ ക്യൂബ് ഓഫ് വാട്ടർ ഈസ് നൗ ആഫ്റ്റർ 15 മിനിറ്റ്സ്
അത് 40 മീറ്റർ ഉയരത്തിലെത്തി. അപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി വർദ്ധിച്ചു. ഗ്രൗണ്ട് ലെവലിലുള്ള പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ ഗെയിൻ ചെയ്തു കുറച്ച് പൊട്ടൻഷ്യൽ എനർജി. എത്രയാണ്? mgh പൊട്ടൻഷ്യൽ എനർജി ഗെയിൻ ചെയ്തു. അവിടെ m എന്തായിരിക്കും? 30 മീറ്റർ ക്യൂബ് വാട്ടർ ആണ് മുകളിലേക്ക് എത്തിച്ചത്. അപ്പൊ 30 മീറ്റർ ക്യൂബ് വാട്ടറിന്റെ മാസ് ആണ് m. g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. h എന്ന് പറയുന്നത് ആ വാട്ടർ എത്തിയ ഹൈറ്റ് ആണ്, അത് 40 മീറ്റർ ആണ്. ഇവിടെ m എന്ന് പറയുന്നത് 30 മീറ്റർ ക്യൂബ് വാട്ടറിന്റെ മാസ് ആണ്, g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. h എന്താണ്? h ടാങ്കിന്റെ ഹൈറ്റ് ആണ്, ദാറ്റ് ഈസ് 40 മീറ്റർ. ഇനി മാസ് ഓഫ് ദി വാട്ടർ കാണണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇക്വേഷൻ എഴുതാം? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം എന്നായിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അതിൽ നിന്ന് മാസ് ഇസ് ഈക്വൽ ടു റോ വി എന്ന് എഴുതാം. വേർ വി ഇസ് ദി വോളിയം. വോളിയം നമുക്കറിയാം 30 മീറ്റർ ക്യൂബ് ആണ്. ഡ്രോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, പക്ഷേ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് വേണം. അപ്പൊ അത്തരം കോൺസ്റ്റൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡെൻസിറ്റി ഓഫ് വാട്ടർ എപ്പോഴും ഫിസിക്സിലെ പല പ്രോബ്ലം ഫ്ലൂയിഡ്സിലൊക്കെ ചെയ്യാൻ ആവശ്യമുള്ള ഒരു കോൺസ്റ്റന്റ് ആണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് വാട്ടറിന്റെ ഡെൻസിറ്റി. നോർമൽ വാട്ടറിന്റെ ഡെൻസിറ്റി നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസ്റ്റന്റ് കൂടിയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഒരു മീറ്റർ ക്യൂബിൽ 1000 കിലോഗ്രാം ഭാരം ഉണ്ടാവും. ഓക്കെ, സോ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് റോന്റെ വാല്യൂ. വി നമുക്ക് തന്നിട്ടുണ്ട് 30 മീറ്റർ ക്യൂബ്. സോ യു ഇസ് ഈക്വൽ ടു mgh എന്നുള്ളതിന് എമ്മിന് നമ്മൾക്ക് റോ വി കൊടുക്കാം. സോ യു ഇസ് ഈക്വൽ ടു റോ വി ജി എച്ച്, where rho is density of water and v is the volume of water. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഗെയിൻ ഇത് 15 മിനിറ്റിൽ ഈ വാട്ടറിന് കിട്ടിയ പൊട്ടൻഷ്യൽ എനർജിയാണ്. ആരാണ് ഈ പൊട്ടൻഷ്യൽ എനർജി വാട്ടറിലേക്ക് സപ്ലൈ ചെയ്തത്? മോട്ടറാണ്. മോട്ടറിന്റെ മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട് കാരണമാണ് ഈ വാട്ടറിന് ഇത്രയും പൊട്ടൻഷ്യൽ എനർജി കിട്ടിയത്. മോട്ടറാണ് ഇതിനെ തള്ളി മുകളിലേക്ക് എത്തിച്ചത്. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി ഗെയിൻഡ് ബൈ ദി വാട്ടർ. സോ മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട്, മോട്ടർ മെക്കാനിക്കൽ പവർ കൊടുത്തത് കൊണ്ടാണ്. അപ്പൊ പവർ എന്ന് പറയുന്നത് ദിസ് എനർജി ഗെയിൻഡ് ബൈ ടൈം ആണ്. സോ പവർ, മെക്കാനിക്കൽ പവർ ഇസ് ഈക്വൽ ടു എനർജി ബൈ ടൈം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. അതായത് മോട്ടർ ചെയ്ത വർക്കാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയി ഗെയിൻ ആയിട്ട് മാറുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സാധനത്തിന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ വർക്ക് ഡൺ ബൈ ദി എക്സ്റ്റേണൽ ഏജൻസി ബിക്കംസ് ദി പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ എക്സ്റ്റേണൽ ഏജൻസി എന്ന് പറയുന്നത് മോട്ടറാണ്. മോട്ടർ ചെയ്ത വർക്കാണ് എന്തായിട്ട് മാറിയത്? ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട്. മോട്ടർ ചെയ്ത വർക്കാണ് യഥാർത്ഥത്തിൽ ഈ റോ വി ജി എച്ച് എന്ന് പറയുന്നത്. മോട്ടർ ആ വർക്ക് ചെയ്തത് എത്ര സമയം കൊണ്ട് ചെയ്തിട്ടുണ്ട്? 15 മിനിറ്റ് കൊണ്ട് ചെയ്ത വർക്കാണ്. അപ്പൊ പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അതായത് എനർജി ആ വർക്കിനെ ഞാൻ ഈ പൊട്ടൻഷ്യൽ എനർജി ഉള്ള സോ എനർജി ബൈ ടൈം എന്ന് എഴുതാം, അല്ലെങ്കിൽ വർക്ക് ബൈ ടൈം എന്ന് എഴുതാം. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു സ്റ്റെപ്പ് കൂടി ആഡ് ചെയ്യാം. ദിസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ദി വർക്ക് ഡൺ ബൈ ദി മോട്ടർ. So mechanical power output from the motor is equal to work done divided by time, which is equal to the potential energy divided by time, which is equal to U by T. U എന്ന് പറഞ്ഞാൽ rho VGH by T. T എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 15 മിനിറ്റ് ആണ്. ഞാൻ വാല്യൂസ് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ. rho VGH by T. ഓക്കെ, ഇതിലെല്ലാം അറിയുന്നതാണ്. റോ അറിയാം, വി അറിയാം, ജി അറിയാം, എച്ച് അറിയാം, ടി അറിയാം. വേണമെങ്കിൽ ഇതിപ്പോ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യാം, കുഴപ്പമില്ല. So rho VGH by T is the mechanical power that should be given to the water by the motor. മോട്ടർ ഇത്രയും മെക്കാനിക്കൽ പവർ പുറത്തേക്ക് കൊടുക്കണം, എന്നാലേ വാട്ടർ മുകളിലെത്തും. അപ്പൊ മോട്ടർ ഇലക്ട്രിക്കൽ പവർ ആയിട്ട് മോട്ടറിലേക്ക് നമ്മൾ ഇതിൽ കൂടുതൽ കൊടുക്കണം. എഫിഷ്യൻസി 100% ആണെങ്കിൽ ഇതേ അളവ് കൊടുത്താൽ മതി. 100% കാര്യക്ഷമതയുള്ള ഒരു എനർജി ലോസും ഇല്ലാത്ത മോട്ടർ ആണെങ്കിൽ മോട്ടറിലേക്ക് കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി എന്തിനു തുല്യമാവും? മോട്ടറിൽ നിന്ന് പുറത്തേക്ക് കിട്ടുന്ന മെക്കാനിക്കൽ എനർജിക്ക് തുല്യമാവും. ഇവിടെ പക്ഷേ മോട്ടറിലേക്ക് മോട്ടറിൽ നിന്ന് പുറത്തേക്ക് കിട്ടുന്ന മെക്കാനിക്കൽ പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ മോട്ടറിലേക്ക് കൊടുക്കുന്ന ഇലക്ട്രിക്കൽ പവർ ആണ് ഇനി കിട്ടേണ്ടത്. അത് എഫിഷ്യൻസി 100% ഉണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും. എഫിഷ്യൻസി 100% ഇല്ല. എഫിഷ്യൻസി എത്രയേ ഉള്ളൂ? 30% ഉള്ളൂ. അപ്പോൾ എത്രയാണോ നിങ്ങൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ പവർ, അതിന്റെ 30% മാത്രമേ എന്താക്കി മാറ്റുന്നുള്ളൂ? മോട്ടർ മെക്കാനിക്കൽ പവർ ആക്കി ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നഷ്ടപ്പെടുക. അപ്പോ 30% എന്ന് പറയുമ്പോൾ 70% നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എഫിഷ്യൻസി ഓഫ് ദി മോട്ടർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണ് എഫിഷ്യൻസി ഓഫ് ദി മോട്ടർ. പി ഔട്ട് ഡിവൈഡഡ് ബൈ പി ഐ. ഓക്കെ, ഈ ചിഹ്നം ഈറ്റ എന്നാണ് ഇതിന്റെ പേര്. ഇറ്റ്സ് എ ഗ്രീക്ക് ലെറ്റർ ഈറ്റ. എങ്ങനെയാ അത് എഴുതാന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കൊക്ക പിന്നെ വലിയൊരു കൊക്ക ഉണ്ടാക്കും. ഈറ്റ.
ഇനി ഈറ്റ വേണമെന്നില്ല, നിങ്ങൾക്ക് ഈറ്റ എന്ന് എഴുതാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഇ എന്നുള്ള സ്മാൾ ലെറ്റർ, ഇ എന്നുള്ള ലെറ്റർ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എഫിഷ്യൻസി ഇനിയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഹീറ്റ് എഞ്ചിൻ ഒക്കെ പഠിക്കുമ്പോൾ, തെർമോഡൈനാമിക്സ് ഒക്കെ പഠിക്കുമ്പോൾ അവിടെയൊക്കെ എഫിഷ്യൻസി കടന്നു വരും. അവിടെയൊക്കെ ഈറ്റ തന്നെയാണ് ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈറ്റ തന്നെ കൊടുത്തത്. So efficiency of the motor, this letter, this is a Greek letter which is called eta. Eta. Mola eta എന്നൊക്കെ പറഞ്ഞാൽ eta. Eta. So eta is equal to output power divided by the input power. Efficiency eta is equal to output power divided by input power. P out by P in. P out എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മെക്കാനിക്കൽ പവർ ആണ്, നമ്മളിവിടെ കണ്ടു. സോ P മെക്കാനിക്കൽ ഡിവൈഡഡ് ബൈ P ഇലക്ട്രിക്കൽ. അപ്പൊ കിട്ടി. ഈ ഈറ്റയാണ് നമുക്ക് ഇവിടെ തന്ന 30%. പി ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് പി മെക്കാനിക്കൽ ഡിവൈഡഡ് ബൈ ഈറ്റ. ഇക്വേഷൻ പി ഇ ഇങ്ങോട്ട് എടുത്താൽ ഈറ്റ അങ്ങോട്ട് വരും, താഴേക്ക് വരും, പി എം ബൈ ഈറ്റ. പി ഈസ് ദി ഇൻപുട്ട് ഇലക്ട്രിക്കൽ പവർ. പി ആണ് നമുക്ക് കാണേണ്ടത്. പി കാണാനെല്ലാം കിട്ടി. പി മെക്കാനിക്കൽ നമുക്കറിയാം, അതിന്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഈറ്റ നമുക്കറിയാം 30% ആണ്. 30% എന്ന് പറഞ്ഞാൽ 0.3 ആണ് അല്ലെ? 30% ആണ് 30/100, ദാറ്റ് ഈസ് 0.3. അപ്പൊ പി എന്ന് പറഞ്ഞാൽ പി എം ബൈ ഈറ്റ. പി എമ്മിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, റോ വി ജി എച്ച്. സോ റോ വി ജി എച്ച് ബൈ ഈറ്റ, റോ വി ജി എച്ച് ബൈ ടി ഡിവൈഡ് ബൈ ഈറ്റ ചെയ്താൽ റോ വി ജി എച്ച് ബൈ ഈറ്റ. ഓരോ വാല്യൂ ഇവിടെ ഉണ്ട്. വി 30 മീറ്റർ ക്യൂബ്, എച്ച് 40 മീറ്റർ, ടി 15 മിനിറ്റ്. 15 മീറ്റർ 900 സെക്കൻഡ് ആണ്. 900 സെക്കൻഡ് ആണ് 15 മിനിറ്റ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് 60 സെക്കൻഡ് ആണ്. സെക്കൻഡിലേക്ക് മാറ്റണം, എസ് ഐ യൂണിറ്റിലേക്ക് മാറ്റണം. ഈ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. റോ ഞാൻ നേരത്തെ പറഞ്ഞു 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദാറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് ഡാറ്റ. ഈറ്റ എന്ന് പറയുന്നത് 30% എന്ന് പറഞ്ഞാൽ 0.3. അപ്പൊ 0.3. അപ്പൊ ഇനി ഇതിൽ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പി ഇ ഇലക്ട്രിക്കൽ പവർ റോ ബി ജി എച്ച് ബൈ ഈറ്റ ടി നോക്കൂ. 1000 റോക്ക് 1000 കൊടുത്തു, ഇൻറ്റു 30 മീറ്റർ ക്യൂബിന് 30 കൊടുത്തു, ജിക്ക് 9.8 കൊടുത്തു, എച്ച് 40 മീറ്ററിന് 40 കൊടുത്തു, ഡിവൈഡഡ് ബൈ ഈറ്റ എന്ന് പറയുന്നത് 0.3 ഇൻറ്റു ടി എന്ന് പറയുന്നത് 15 മിനിറ്റ് 9000 എന്ന്. ചെയ്താൽ നിങ്ങൾക്ക് 43.56 ഇൻറ്റു 10⁻³ വാട്ട് എന്ന് കിട്ടും. തെറ്റാതൊക്കെ ചെയ്താൽ that is equal to 43.56 kilowatt. So this much electrical power is required. This much electrical power is required. ഇത്രയുമാണ് നിങ്ങൾക്ക് വേണ്ട ഇലക്ട്രിക്കൽ പവർ. അപ്പൊ ഇത് നോക്കി മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ചെയ്യാം. ഇനി ഇതില് നിങ്ങൾക്ക് ഇവിടെ എത്തി മെക്കാനിക്കൽ പവർ കിട്ടി. മെക്കാനിക്കൽ പവർ കിട്ടി. ഇതിന്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് വേറെ രീതിയിൽ ചെയ്യാം. ഇതേ രീതി തന്നെയാണ്. നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. 30% നമ്മൾ കൊടുക്കുന്നതിന്റെ 30%. ഇലക്ട്രിക്കൽ പവറിന്റെ 30% ആണിത്. ആ ലോജിക്ക് വെച്ച് നേരെ കാൽക്കുലേറ്റ് ചെയ്താൽ കൊടുക്കേണ്ട ഇലക്ട്രിക് പവറിന്റെ 30% ഇത്രയും കിട്ടണം. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കി ചെയ്ത് പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല മുമ്പ് കേട്ടോ. അതുകൊണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇനിയുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻസ് ഇനിയും കുറെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഒരു എക്സാമ്പിൾ ഞാൻ പ്രത്യേകം പറയാണ്. ദാറ്റ് ഈസ് എക്സാമ്പിൾ 6, 8 and 6, 9. എക്സാമ്പിൾ പ്രോബ്ലം 6, 8 and 6, 9. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതില് സ്ലൈഡിലൊക്കെ ഉണ്ട്. ബട്ട് നമുക്കിപ്പോ സമയമില്ല. So let me wind up here. സമയം 8 മണി കഴിഞ്ഞു, 8:15 കഴിഞ്ഞു, 20 ആയി. ഓക്കെ, താങ്ക് യു. ഈ പ്രോബ്ലംസ് ചോദിക്കണം. ഇനി ഇതിന്റെ എക്സാം 2 ദിവസത്തിനകം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുക. ഈ ചാപ്റ്ററിന്റെ എല്ലാ വീഡിയോസും യൂട്യൂബിലും ഉണ്ട്. നിങ്ങൾക്ക് പിന്നീട് കാണണമെങ്കിൽ അങ്ങനെയും കാണാം.
പഠിക്കുക. പിന്നെ ഞാൻ ചെയ്തു തന്ന പ്രോബ്ലംസും ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ പ്രോബ്ലംസും ചെയ്യാം. പിന്നെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം.